ഇത് നാം മനസ്സിലാക്കുവാനായിട്ട് പോകുന്ന ചിന്ത എന്ന് പറയുന്നത്, അതിന്റെ ടൈറ്റില്, ആ ചോദ്യം ആണെങ്കിലും അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ലോക കാര്യത്തിൽ ബുദ്ധിയുള്ളവർ, ആത്മീക കാര്യത്തിൽ ബുദ്ധിശൂന്യർ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആർക്കാ ശിക്ഷാവിധി ഇല്ലാത്ത? ക്രിസ്തയേശുവിലുള്ളവർ, അല്ലേ? ഇനി അവനവനെ തന്നെ പരിശോധിച്ച്, ഞാൻ ക്രിസ്തയേശുവിലുള്ളവരാണോ? ഇപ്പോ ക്രിസ്തയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ലെന്ന് പറഞ്ഞില്ലേ? അവരോട് താഴേക്ക് വായിക്കുമ്പോൾ അവർ എഴുതി വെച്ചേക്കാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. ആര്? ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ലെന്ന് പറഞ്ഞില്ലേ? ശിക്ഷാവിധി ഇല്ലാത്ത നീ ജഡത്തെയാണ് അനുസരിച്ച് ജീവിക്കുന്നതെങ്കിൽ നീ മരിക്കും നിശ്ചയം. അല്ലെങ്കിൽ ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കുന്നു. പലരും പറഞ്ഞു തന്നെ അറിയാമോ? റോമ 8:1 എടുത്തിട്ട് കേട്ടോ, നമുക്ക് ന്യായവിധി ഇല്ല, നമുക്ക് ന്യായവിധിയേ ഇല്ല. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് സമ്മാനം. ഈ ജനത്തെ ചതിക്കുകയാണ്. ഇവിടെ പറയുന്നത് ന്യായവിധി തുടങ്ങാൻ പോണ സമയത്താ. അപ്പൊ ന്യായവിധി ആരംഭിക്കുന്നത് ദൈവഗൃഹമായ സഭയിൽ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം. കർത്താവായ യേശു ക്രിസ്തു പറയുന്ന കേട്ടിട്ടില്ലേ സഭയോട്? അത് നിനക്ക് സമ്മാനങ്ങൾ മാത്രം ഉണ്ടെന്നല്ല പറയണേ. വെളിപ്പാട് 3-ാം അധ്യായത്തിലുള്ള ലവോദോക്യ സഭയോട് പറയാണ്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ആരാണോ പറയുന്നത്? സഭയോടാ പറയുന്നത്. ശീതോഷ്ണവാനായാൽ നിനക്കൊരു ശിക്ഷാവിധി ഇല്ലെന്നല്ല പറയണേ, നിന്നെ ഞാൻ എന്റെ വായിന്ന് തുപ്പിക്കണം. ലക്ഷ്യം പറയാതെ മാർഗം പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ലെ? യേശുക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം അറിയിക്കാതെ അതിലേക്കുള്ള മാർഗമായി യേശുവിനെ മാത്രം പറഞ്ഞാൽ എന്താണ് കുഴപ്പം? തിരിച്ചു വേറെ ചോദിക്കട്ടെ, നിങ്ങളുടെ മകളോ കല്യാണം കഴിക്കണം എന്ന് പറയാതെ എൻഗേജ്മെന്റ് കഴിക്കാൻ പറഞ്ഞാൽ എന്താണ് കുഴപ്പം? നമ്മൾ ആരോടാണോ സുവിശേഷം പറയുന്നത് അവരുടെ ഉള്ളിൽ ഓൾറെഡി ലക്ഷ്യമുണ്ട്. നിങ്ങൾക്കറിയാം, ആ ലക്ഷ്യം നമ്മൾ പറയുന്ന ലക്ഷ്യമല്ല, തിരുവചനം പറയുന്ന ലക്ഷ്യമല്ല. ഓൾറെഡി അവരുടെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ട്. അപ്പോ ഒരു സുവിശേഷകന്റെ ഡ്യൂട്ടിയാണ് അവരുടെ ഉള്ളിലുള്ള ലക്ഷ്യത്തെ റീപ്ലേസ് ചെയ്തിട്ട് അതിനെ മാറ്റി യേശു ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവ് നമുക്ക് തരുന്ന ലക്ഷ്യമായ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക എന്നുള്ള ലക്ഷ്യം അവരിൽ ഫിറ്റ് ചെയ്യണം. മനസ്സിലായോ? കാരണം അവരുടെ ഉള്ളിൽ ഓൾറെഡി ഒരു ലക്ഷ്യമുണ്ട്. ദൈവരാജ്യം അവകാശമാക്കുകയല്ല, ലോകം നേടുക. അത് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലില്ലേ? അപ്പൊ ഈ ലക്ഷ്യം അകത്തുള്ളപ്പോൾ നമ്മളൊരു മാർഗമായിട്ട് ചെല്ലുകയാണ്. ലക്ഷ്യം പറയാതെ മാർഗം പറയുമ്പോൾ ഈ ജനം യേശുവിനെ സ്വീകരിച്ചിട്ട് ഏത് ലക്ഷ്യത്തിലേക്കാ പോണേ? സ്വർഗരാജ്യത്തിലേക്കോ ലോകം നേടാനോ? അവർ ലോകം നേടാനല്ലേ പോവുള്ളൂ. അതിന്റെ കുറ്റം മുഴുവൻ ആർക്കിരിക്കും? ദൈവദാസനിരിക്കും. കാരണം ലക്ഷ്യം പറയാതെ മാർഗം പറഞ്ഞു. കാരണം ഓൾറെഡി വേറൊരു ലക്ഷ്യം ജനത്തിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ലോകത്തിൽ വലിയവനാകുക, ലോകം നേടുക. എന്നാൽ യേശുക്രിസ്തുവിന്റെ മെത്തേഡ് ശ്രദ്ധിച്ചു. യേശുക്രിസ്തു പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ലക്ഷ്യം വെച്ചോണ്ട് നിങ്ങൾ ഈ ലോകം മുഴുവൻ നേടിയാല് എന്റെ മക്കളെ നിങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഇങ്ങനെ ചോദിച്ച യേശുവിന്റെ ശിഷ്യൻ അതുപോലെ പറയാതെ ദൈവരാജ്യ ദർശനം വെക്കാതെ ഇവരുടെ പഴയ ലോക ദർശനത്തിൽ മാർഗം കൊടുത്തില്ല. അവർ കാണിക്കുന്ന മണ്ടത്ത്. യേശുവിന്റെ മെത്തേഡ് ഫോളോ, അപ്പോസ്തലന്മാരുടെ മെത്തേഡ് ഫോളോ. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചവതിയിലായിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെയും, പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റിലെ ക്രിസ്തുവിന്റെ ശരീരത്തിലെ എന്റെ സഹോദരങ്ങളായ എല്ലാ അവയവങ്ങളെയും അറിയുകയാണ്. ദൈവത്തിന്റെ ജീവനും ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ ഐശ്വര്യവും ദൈവത്തിന്റെ എല്ലാ വിടുതലുകളും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായി ആവസിക്കുമാറാകട്ടെ. ബലാത്കാരികൾക്കായ സ്തോത്രം, സ്വീകരിക്കുന്നവർക്കായ സ്തോത്രം. ഹല്ലേലൂയ. ഇത് സ്വീകരിച്ചെടുത്ത് ഉപയോഗിക്കുന്നവർക്കായ സ്തോത്രം.
A true child of God is heaven's exit on earth. ഒരു യഥാർത്ഥ ദൈവ പൈതൽ സ്വർഗത്തിന്റെ ഭൂമിയിലെ വാതിലാണ്. ആ വ്യക്തിയെ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ വ്യക്തിയിൽ ദൈവത്തെ കാണാം. ക്രിസ്തു പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണും. പിതാവ് തന്റെ ആത്മാവിലൂടെ എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കും. ഓരോ വാക്കുകൾ ശ്രദ്ധയോടെ ഏറ്റെടുത്ത് അത് ഉപയോഗിക്കാൻ പഠിക്കണം. കാരണം ഒരു ദൈവ പൈതലിലൂടെ സ്വർഗത്തിലെ ദൈവം റിലീസ് ചെയ്തത് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകളാണ്. താക്കോലുകൾ എന്തിനാണ് സഹോദരങ്ങളെ? താക്കോലുകൾ ബ്രദറെ, എന്റെ അമ്മ ഞാൻ കണ്ടിട്ടുണ്ട് തലേണയുടെ അടിയിൽ സൂക്ഷിച്ചു വെക്കുന്നതായിട്ട്. അപ്പൊ താക്കോൽ എന്തിനാണ്? തലേണയുടെ അടിയിൽ സൂക്ഷിച്ചു വെക്കാൻ. അതല്ലേ നമ്മൾ ബൈബിൾ അവിടെ കൊണ്ടുവയ്ക്കണേ. താക്കോലുകൾ, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ തലേണയുടെ അടിയിൽ സൂക്ഷിച്ചു വെക്കാനല്ല. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, അത് ഭൂമിയിൽ കെട്ടാനും അഴിക്കാനുമാണ്. മനസ്സിലാകണ്ടോ? ഭൂമിയിൽ ചിലത് പൂട്ടണം, ചിലത് അഴിക്കണം. അപ്പൊ താക്കോലുകൾ കിട്ടുന്നവരെന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കണം, സൂക്ഷിച്ചു വെക്കണം. ഹല്ലേലൂയ, സൂക്ഷിച്ചു വെക്കണം. എന്തിനാണെന്നറിയാമോ? കെട്ടാനും അഴിക്കാനും. എന്തിന്റെ പുറകിൽ ഇത് മൊത്തം പറഞ്ഞേ? നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെയാ കിട്ടിയേ? ദൈവത്തിന്റെ ജീവൻ തന്നു, ദൈവത്തിന്റെ സമാധാനം തന്നു, ദൈവത്തിന്റെ ഐശ്വര്യം തന്നു, ദൈവത്തിന്റെ വിടുതലുകൾ തന്നു. എപ്പോ തന്നു ബ്രദറെ എന്നാരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ഇതിനു മുമ്പ് ആ റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്ക്. ഇത് റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്ക്. അല്ലാതെ ചുമ്മാ ഒരു രസത്തിന് പറയുന്നതല്ല, ഇത് തരികയാണ്. മനസ്സിലായോ? ദൈവത്തിന്റെ ജീവനും ദൈവത്തിന്റെ സമാധാനവും ദൈവത്തിന്റെ ഐശ്വര്യവും ദൈവത്തിന്റെ വിടുതലുകളും നിങ്ങളിൽ സമൃദ്ധിയായി വസിക്കട്ടെ എന്നീ വായിലൂടെ സ്വർഗത്തിലെ ദൈവം റിലീസ് ചെയ്യുമ്പോൾ അത് ഏറ്റെടുത്ത് അതിനെ ഉപയോഗിക്കുന്നവരാണ് ബലാത്കാരികൾ. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. കാര്യങ്ങൾ സ്വീകരിച്ച് ഉപയോഗിക്കാൻ പഠിക്കണം. ഓ ഫാദർ വി താങ്ക് യു. അത് സ്വീകരിക്കുന്നവർ ആമേൻ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ച് അത് ഉപയോഗിക്കും. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇത് നാം മനസ്സിലാക്കുവാനായിട്ട് പോകുന്ന ചിന്ത എന്ന് പറയുന്നത്, Lord, I love you, give you glory. അതിന്റെ ടൈറ്റില്, ആ ചോദ്യം ആണെങ്കിലും അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ലോക കാര്യത്തിൽ ബുദ്ധിയുള്ളവർ, ആത്മീക കാര്യത്തിൽ ബുദ്ധിശൂന്യർ. മനുഷ്യരുടെ കാര്യം പറയുന്ന കേട്ടോ. ലോക കാര്യത്തിൽ ബുദ്ധിയുള്ളവർ, ആത്മീക കാര്യത്തിൽ ബുദ്ധിശൂന്യർ. ഹല്ലേലൂയ. Love you, Dad. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, ലോകപരമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സംശയങ്ങളുമായുള്ള ബന്ധത്തിൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു സന്ദേശം കിട്ടിയിരിക്കുന്നത്, Lord, I love you. ഇന്ന് ലോകത്തിൽ നടക്കുന്ന സുവിശേഷീകരണം ആ സുവിശേഷീകരണത്തിൽ യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. നല്ലൊരു പങ്കും അത് മാത്രമേ പറയുന്നുള്ളൂ.
അത് കഴിഞ്ഞാൽ ഈ ജനത്തിന് ഒരു ഫോൾസ് അഷ്വറൻസ് കൊടുക്കുകയാണ്, തെറ്റായ ഉറപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾക്കിനി ഒരു ശിക്ഷാവിധിയും ഇല്ല. ബൈബിൾ വേർഡാണ്. ആ വേർഡ് എടുത്ത് കൊടുത്തിട്ട് ഈ ലോകത്തിലെ നല്ലൊരു പങ്ക് ജനത്തെയും കുരുടന്മാരാക്കി അവരെ ചതിക്കുകയാണ്. ബൈബിൾ വേർഡ് കൊണ്ട് തന്നെയാണ് ചതിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബൈബിൾ വേർഡ് കൊണ്ട് ചതിക്കാൻ പറ്റുമോ? പിന്നെ പിശാച് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ഉപയോഗിച്ചത് ഏതാണ്? മനോരമയിൽ വന്ന കാര്യമാണോ, മംഗളത്തിൽ വന്നതാണോ, അതോ പൂമ്പാറ്റയിൽ വന്നതാണോ? 91 സങ്കീർത്തനമാണ് പിശാച് ഉപയോഗിച്ചത്. നീ ചാടിക്കോ, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൈവം ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വചനമാണ്, അല്ലെങ്കിൽ കൽപ്പിക്കൂ എന്നുള്ള വചനമാണ് പിശാച് യേശുവിനെതിരെ ഉപയോഗിച്ചത്. അല്ലാതെ ഗൾഫ് ന്യൂസിലോ ഇന്ത്യൻ എക്സ്പ്രസിലോ ഹിന്ദുവിലോ വന്ന വാർത്തയല്ല. ബൈബിളിലെ വചനമാണ് പിശാച് ഉപയോഗിച്ചത്. ഇതേപോലെ തന്നെ ബൈബിളിലെ വചനം പിശാച് ഉപയോഗിക്കുന്നു. നമ്മളുടെ അജ്ഞാന നിമിത്തം നമ്മൾ അതെടുത്ത് ഉപയോഗിക്കുന്നു. ജനം നരകത്തിലേക്ക് തള്ളപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ സുവിശേഷത്തിൽ, അതായത് ഫോൾസ് അല്ലെങ്കിൽ ഹാഫ് ഗോസ്പലിൽ വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ബൈബിളിൽ പറയുന്നത് അനുസരിച്ച് നമ്മളുടെ ജീവിതം ക്രമപ്പെടുത്തണം. ഇനി നമ്മൾ ഇത് അറിയാതെ നമ്മളിലെ സുവിശേഷകർ ലോകത്ത് പോയി ഈ ഹാഫ് ഗോസ്പലാണ് പറയുന്നതെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അത് പൂർണ്ണമായും പറയുവാൻ നാം തയ്യാറാകണം. കാരണം അനേകർ ചതിക്കപ്പെടുകയാണ്. റോമലേഖനം 8:1 പ്രകാരം അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. കാര്യം സത്യമാണ്. പക്ഷേ അത് കോൺടെസ്റ്റിൽ നിന്ന് അടർത്തിയെടുത്താൽ നല്ലൊന്നാന്തരം ചതിക്കാനുള്ള ഒരു ടൂളാണ്. കോൺടെസ്റ്റിന് അടർത്തിയെടുക്കരുത്. വായിച്ചാട്ടെ, റോമ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശ്രദ്ധിക്കുക, എന്തൊരു സന്തോഷമായി. ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. സത്യമാണ്, ക്രിസ്തയേശുവിലുള്ളവർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്ത. ഇനി അടുത്തത്, നമ്മളെല്ലാം ആരിലാണ്? ആദത്തിലാണ്. ആരാ പറഞ്ഞ ക്രിസ്തയേശുവിലാണെന്ന്? നമ്മളെല്ലാം ആദത്തിലാണ്. ക്രിസ്തയേശുവിലാണ് മോനെ മോളെ നീ ഉള്ളതെങ്കിൽ നീ ആത്മാവ് നയിക്കപ്പെടുന്നവനായിരിക്കും. അല്ലാണ്ട് ചുമ്മാ ഉപ്പുപാത്രം കാണിച്ചിട്ട് പഞ്ചാര എന്ന് പറഞ്ഞാൽ ആ പഞ്ചാര ആമേൻ എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്തവരാ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുയേശുവിലുള്ളവർ ദൈവത്തിന്റെ മക്കളാണ്. ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. മനുഷ്യരെ പൊട്ടന്മാരാക്കുക, ബുദ്ധിഹീനരാക്കുക. എന്താ ഇതിന്റെയൊക്കെ കുഴപ്പമെന്നറിയാമോ? ഇന്ന് പരസ്യ യോഗ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദേവദാസനെ കാണാനിടയായി. ഞാൻ ജീവിതത്തിൽ ആദ്യമാണ് കാണുന്നത്. പരസ്യം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടി നിർത്തി ഓടി വന്ന് പരിചയപ്പെട്ടു. സംസാരിച്ച് കഴിഞ്ഞപ്പോ
ഇങ്ങനെ ഒരു ടോക്ക് വന്നു. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്നത് ലക്ഷ്യമില്ലാതെ മാർഗം പറയുന്ന സുവിശേഷീകരണങ്ങളാണ്. ലക്ഷ്യമില്ലാതെ മാർഗം പറയുന്ന സുവിശേഷീകരണങ്ങൾ. അതായത് ഡൽഹിക്ക് പോവുകയാണ് എന്നാണ് ലക്ഷ്യം. അപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്ന, ഞാൻ ചിന്തിക്കുന്നത് കേരള എക്സ്പ്രസ് ഡൽഹിക്ക് പോകുമെന്ന് തോന്നുന്നു. ഡൽഹിയിലേക്ക് പോകുന്ന കേരള എക്സ്പ്രസിൽ കയറണം, കേരള എക്സ്പ്രസിൽ കയറണമെന്ന് ഒരാളോട് പറയുന്നു. പുള്ളിക്ക് അറിഞ്ഞുകൂടാ എന്തിനാ കേരള എക്സ്പ്രസിൽ കയറണം. അങ്ങനെയല്ല, ആദ്യം പറയണം നീ ഡൽഹിക്ക് പോവുക, അതാണ് ലക്ഷ്യം. രണ്ടാമത് പറയണം അതിന് നീ കേരള എക്സ്പ്രസിൽ കയറണം. അപ്പൊ യാത്ര ചെയ്യുന്നവന് മനസ്സിലായി ഞാൻ അങ്ങോട്ടൊക്കെ പോണേ, ഡൽഹിക്കാണ്. അതിന് ഞാൻ കയറേണ്ടത് എവിടെയാണ്? കേരള എക്സ്പ്രസിനാണ്. അപ്പോ ഡൽഹിയാണ് ലക്ഷ്യം, അതിനുള്ള മാർഗമാണ് കേരള എക്സ്പ്രസ്. അല്ലാതെ ഓടിച്ചെന്നിട്ട് എല്ലാവരോടും മൈക്കും വെച്ചോണ്ട് കേരള എക്സ്പ്രസിൽ കയറൂ, കേരള എക്സ്പ്രസിൽ കയറൂ, കേരള എക്സ്പ്രസിൽ കയറൂ എന്ന് പറഞ്ഞാൽ ഇവരെ ചിന്തിക്കുന്നത് കേരള എക്സ്പ്രസിൽ എന്തിന് എന്തിന് എന്തിന്? കാരണം ഇവരുടെയൊക്കെ ഉള്ളിൽ വേറൊരു ലക്ഷ്യമുണ്ട്. അവര് ചിന്തിക്കുന്നത് ആ ലക്ഷ്യത്തിൽ കയറാനാണ് കേരള എക്സ്പ്രസിൽ കയറണമെന്നാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിളിലെ സുവിശേഷീകരണം ആദ്യം ലക്ഷ്യം പറയണം, എന്നിട്ട് അതിന്റെ മാർഗവും പറയണം. ചുരുക്കി പറഞ്ഞാൽ ആദ്യം ദൈവരാജ്യം പറയണം, എന്നിട്ട് പറയണം ഈ ദൈവരാജ്യം നിങ്ങൾ അന്വേഷിക്കാൻ പറയണം, ഈ ദൈവരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം, എന്നിട്ട് അതിലേക്കുള്ള ഏക വഴിയായ യേശു ക്രിസ്തുവിനെ പറയണം, മാർഗത്തെ പറയണം. ഹല്ലേലൂയ. അപ്പൊ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം, അല്ലെങ്കിൽ നമ്മുടെ സുവിശേഷീകരണത്തിന് ഫലമില്ലെന്നേ. ഞാൻ എന്റെ കർത്താവിനെ കണ്ടേക്കുന്ന പരിപാടി ഫലമില്ലാന്നുണ്ടെങ്കിൽ വലിച്ചു കുറച്ച് ദൂരെ കളയും. കുറച്ച് നാളൊന്ന് നോക്കും, അന്നേരം ഇത് മാറ്റും. ഹല്ലേലൂയ. ഫലമില്ലെങ്കിൽ സംഭവം നിർത്തുക, ഉള്ള ക്യാഷ് കയ്യിലിരിക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആർക്കാ ശിക്ഷാവിധി ഇല്ലാത്ത? ക്രിസ്തുയേശുവിലുള്ളവർ അല്ലേ? ഇനി അവനവനെ തന്നെ പരിശോധിച്ച് ഞാൻ ക്രിസ്തുയേശുവിലുള്ളവരാണോ എന്ന്. ബ്രദറെ, എന്റെ പേര് പള്ളിയിലുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്നാനപ്പെട്ടത് ഓർക്കുന്നില്ലേ? ഞാൻ പലരെ ഓർക്കുന്നൊന്നുമില്ല. ഇതിന് ഓർത്താ പോലും ക്രിസ്തുയേശുവിലുള്ളവനാണോ അവനവൻ തന്നെ പരിശോധിക്കണ്ടേ. ക്രിസ്തുയേശുവിലുള്ളവന്റെ പ്രത്യേകത എന്നറിയാമോ? അതിൽ ചില ഭാഗത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മലയാളം ട്രാൻസ്ലേഷൻ അതില്ല. എന്നാൽ KJV ഞാൻ വായിക്കാം, കിങ് ജെയിംസ് വേർഷൻ. There is therefore now no condemnation to them which are in Christ Jesus. ഇത് മലയാളത്തിലുള്ളതിന്റെ ഡിറ്റോയാണ്. ഇപ്പോ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. പക്ഷെ ഇനി വായിക്കാൻ പോണ വാക്യം മലയാളത്തിലില്ല. ശ്രദ്ധിച്ചു കേൾക്കുക, അത് KJVയിലേ ഉള്ളൂ, KJVയിലേ ഉള്ളൂ. ഞാൻ വായിക്കാം. ആരാണ് ക്രിസ്തുയേശുവിലുള്ളവരെന്നല്ലേ? കേട്ടോട്ടോ. Who walk not after the flesh but after the spirit. ഹലോ, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ക്രിസ്തുയേശുവിലുള്ളവർ. ഇനി മോളെ നമ്മളെ വെച്ചൊന്ന് പരിശോധിച്ചേ, നമുക്ക് ശിക്ഷാവിധി ഉണ്ടാവും ഇല്ലേ എന്നുള്ളത്. ദൈവത്തിന്റെ വചനം പറയാണ് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ആരാ ക്രിസ്തുയേശുവിലുള്ളവർ? അവിടെ എഴുതിയിരിക്കുന്നു, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ക്രിസ്തുയേശുവിലുള്ളവർ. ഈ കാറ്റഗറിയിൽ നമ്മൾ പെടൂ. ആരുടെയെങ്കിലും ഫോൾസ് അഷുറൻസും കൊണ്ടൊന്നും നമ്മൾ പോകരുത്. പോയ അപകട. ഇതാണ് മത്തായി 7, 21, 22, 23. ഇവരെല്ലാം യേശുക്രിസ്തുവിലുള്ളവർ തന്നെയാ. അവരുടെ ചിന്തയില്
7:21 യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാ. ഞങ്ങൾ അങ്ങേ കർത്താവേ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, എന്നെ കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗരാജ്യത്തിൽ കയറാൻ പറ്റുന്നില്ല. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. അടുത്തത് സുവിശേഷ ഗണമാണ്. ഒരെണ്ണത്തിനെ കർത്താവായ യേശു ഇതാ സ്വർഗീയ ഭാഗത്ത് പ്രവേശിപ്പിച്ചിട്ടില്ല. അപ്പൊ അവർക്ക് എന്നാ വന്നു? അവർക്ക് ശിക്ഷയിലേക്ക് അവർ പോകുന്നേ. ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഇതങ്ങോട്ട് പോകാനുള്ള സ്ഥലമല്ലത്. ഓടിപ്പോകരുത് ഇവിടുന്ന്. ഞാൻ ക്രിസ്തയേശുവിലുള്ളവനാണ്. ഈ ലോകം പറയുന്ന സുവിശേഷം ഞാൻ കേട്ടു. യേശുവിനെ കർത്താവ് സേവിക്കണോ, സ്നാനപ്പെടണോ, ഇതാ അതിനുശേഷം അഭിഷേകം പ്രാപിക്കണോ, സുവിശേഷം അറിയിക്കണോ, അതെല്ലാം മത്തായി 7:21, 22, 23 ആളുകളൊക്കെ ചെയ്യുന്നതാ. എന്നിട്ട് എന്തിയെ അവരെ കർത്താവ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കാഞ്ഞ്? കാരണം ക്രിസ്തയേശുവിലുള്ളവൻ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവനല്ലേ. ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവനാണെന്ന്. എന്റെ മോനെ മോളെ നമ്മളെ വെച്ചൊന്ന് പരിശോധിക്കണം. ഇതല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്? ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ഈ ദൈവ ആത്മാവ് നയിക്കപ്പെടുന്നവരാണ് ക്രിസ്തയേശുവിലുള്ളവർ. നമ്മൾ ആരാണ്ട് ഏതാണ്ട് എവിടെയോ പറഞ്ഞ് കൈവെക്കാൻ പറഞ്ഞ് കൈപൊക്കി, ഇതാ ഞാൻ പേര് രജിസ്റ്റർ ചെയ്തു, സ്നാനപ്പെട്ടു, ഇനി ഞാൻ ക്രിസ്തയേശുവിലുള്ളവൻ. ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞത് നിന്നോടിത്? കുഞ്ഞിന്റെ സ്നേഹത്തോടെ ചോദിക്കണം, ആരാ ഇത് പറഞ്ഞേ? ഏതോ ഒരു ദൈവദാസനല്ലേ പറഞ്ഞേ. ദേവദാസൻ എന്ന പേരുള്ള വ്യക്തി. അവര് മത്തായി 7:22, 23 ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ആരാ ക്രിസ്തയേശുവിലുള്ളവർ? ജഡത്തെ അനുസരിക്കാതെ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ക്രിസ്തയേശുവിലുള്ളവർ. ഇനി അവരും ഇവരൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ ബൈബിൾ വചനം വെച്ച് നമ്മളിന്ന് പരിശോധിക്കുക. ഞാൻ ക്രിസ്തയേശുവിലുള്ളവനാണ്. അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യേണ്ടത് എന്റെ ടിക്കറ്റ് കീറാൻ പോവുക. കീറരുത്. ഞാൻ ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരാകണം. അതിന് തക്കവണ്ണം എന്തൊക്കെ മാർഗങ്ങളാണ് തിരുവചനം എന്നിൽ അനുശാസിക്കുന്നത്? ഇത് നാം വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇനി പല ട്രാൻസ്ലേഷനുകളിലും ഇതില്ല. ഏത്? ഈ രണ്ടാമത്തെ ഭാഗം കിങ് ജെയിംസ് വെർഷൻ എഴുതിയിരിക്കുന്ന ഹു വാക്സ് നോട്ട് ആഫ്റ്റർ ദ ഫ്ലഷ് ബട്ട് ആഫ്റ്റർ ദ സ്പിരിറ്റ്, ജഡത്തെ അല്ല ആത്മാവനുസരിച്ച് നടക്കുന്നവരാണ് ക്രിസ്തയേശുവിലുള്ളവർ എന്നുള്ളത് പല ട്രാൻസ്ലേഷനുകളിലും ഇല്ല. കുഴപ്പമില്ല, താഴേക്ക് വായിക്കുമ്പോൾ അതുണ്ട്. അതില്ലെങ്കിൽ താഴേക്ക് വായിക്കുമ്പോൾ അതുണ്ട്. ഇപ്പോ ക്രിസ്തയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ലെന്ന് പറഞ്ഞില്ലേ? അവരോട് താഴേക്ക് വായിക്കുമ്പോൾ അവർ എഴുതി വെച്ചേക്കാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. ആര്? ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ലെന്ന് പറഞ്ഞില്ലേ? ശിക്ഷാവിധി ഇല്ലാത്ത നീ ജഡത്തെയാണ് അനുസരിച്ച് ജീവിക്കുന്നതെങ്കിൽ നീ മരിക്കും നിശ്ചയം. അതിന്റെ 8:13 പറയാണ്. 8:1 നമ്മൾ വായിച്ചേ. കിങ് ജെയിംസ് വെർഷനിൽ 8:1 ഇത് കൂടി ചേർത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ പല ട്രാൻസ്ലേഷനിൽ അതില്ല. അതില്ലാത്തതുകൊണ്ട് കുഞ്ഞെ നീ രക്ഷപ്പെടുവോ? ഇല്ല. തൊട്ട് താഴെ പറയുന്നുണ്ട്. അതിന് 8:13 പറയുന്നു. 8:13 പറയണേ, വായിച്ചേ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തി. ഇവിടെ പറയാണ് ക്രിസ്തയേശുവിലുള്ള വ്യക്തികൾക്ക് ശിക്ഷാവിധി ഇല്ല. എന്നിട്ട് പറയാണ് ജഡത്തെ അല്ല ആത്മാവിനനുസരിച്ച് നടക്കുന്നവർ. ഇവിടെ പറയാണ് നിങ്ങൾ ആര്? ഒരു ശിക്ഷാവിധിയും ഇല്ലാത്ത ക്രിസ്തയേശുവിലുള്ളവർ ജഡത്തെ അനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ മരിക്കൂ എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല, നിശ്ചയ. ഇവിടുത്തെ കിട്ടിയ ഇത് എന്റെ വാക്കുകളല്ല, എന്റെ പൊന്നു മക്കളെ, ദൈവത്തിന്റെ ആത്മാവിന്റെ വാക്കുകൾ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സുവിശേഷം കേൾക്കുന്നവർ നല്ലൊരു പങ്ക് എങ്ങോട്ടായി ഓടണേ? നരകത്തിലേക്കല്ലേ? അതല്ലേ മത്തായി 7:21, 22, 23 ഈ യേശുവിനെ കർത്താവ് സ്വീകരിച്ചവര്, സുവിശേഷം അറിയിച്ചവര് ഒരെണ്ണത്തിനെ കർത്താവ് സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ അവരോട് പറയണം, അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ടുപോ. ഇതങ്ങ് കേട്ടിട്ടെങ്കിലും നമുക്കൊന്ന് മനസ്സിലാകണ്ടേ? ഇതൊന്ന് കേട്ടിട്ടെങ്കിലും നമുക്ക് കാര്യം മനസ്സിലാകണ്ടേ? ഇനി നമ്മൾ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി നമ്മുടെ ജീവൻ കളയണോ? ഞാൻ നോക്കട്ടെ ബ്രദർ, ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ പാസ്സാകുമോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട്
നരകത്തിലേക്ക് തള്ളപ്പെട്ട പിന്നെ ഇങ്ങോട്ട് വന്ന് രണ്ടാമത് ടെസ്റ്റ് അടിക്കാൻ പറ്റുമോ? SSLCക്ക് തോറ്റിട്ട് രണ്ടാമത് എഴുതണ പോലെ. പിന്നെ എന്തിനാ ഈ കളി കളിക്കണേ? ആ പറയുന്ന ബൈബിളിൽ ആ വചനം അങ്ങ് വിശ്വസിച്ചാൽ പോരെ, എന്നിട്ട് അതങ്ങ് അനുസരിച്ചാൽ പോരെ. നമ്മളും നശിക്കും, നമ്മളോട് കൂടെ ഉള്ളവരും നശിക്കും. ഹല്ലേലൂയ. ദേവദാസന്മാരോട് പ്രത്യേകിച്ച് പറയുകയാണ്, ദേവദാസന്മാരെ, നമ്മളുടെ ആത്മിക വളർച്ചയാണ് നമ്മളോട് കൂടെ നിൽക്കുന്നവരുടെ ആത്മീക വളർച്ച. ഇത് മനസ്സിലാക്കുക. നമ്മൾ വളരുന്നില്ല എങ്കിൽ അവരും വളരില്ല. നമ്മൾ തെറ്റായ പഠിപ്പിക്കണമെങ്കിൽ അവരൊക്കെ സ്പിരിച്വൽ രോഗികളായി മാറും. കഴിഞ്ഞൊരു ദിവസം നമ്മളുടെ SVJ പ്രോബ്സ് എല്ലാ ദിവസവും വാട്സപ്പിൽ വരുന്നത്, അതില് ഇങ്ങനൊരു സന്ദേശം കടന്നുപോയി. ഒരു ദൈവദാസന്റെ വളർച്ചയാണ്, ആത്മീക വളർച്ചയാണ് അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളുടെ വളർച്ച. ദൈവദാസൻ വളരുന്നില്ലയോ, വ്യക്തികളും വളരത്തില്ല. അപ്പോ ആരൊക്കെയോ തിരിച്ച് നമ്മുടെ ആളുകളോട് ചോദിച്ചു, ഇതിനൊന്നും വചനമില്ലല്ലോ, ഇതൊക്കെ ഒരു വചനമില്ലാതെയാണോ നിങ്ങൾ ഇതൊക്കെ അയക്കണേ എന്നുള്ള രീതിയിൽ അവരെനിക്ക് ഇട്ട് തന്നു. ഇതിന്റെ ഒരു വചനം എന്ത് ഒരു പിടുത്തം കിട്ടില്ല, അങ്ങ് തന്നെ അങ്ങ് സംസാരിച്ചാൽ മതി. മക്കളെ, ഇത് തിരിച്ചറിയണം. ലൂക്കോസ് സുവിശേഷം 6:39-40 എന്താ കർത്താവ് യേശു പറയണേ? കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. ഒരു ശിഷ്യനും ഗുരുവിനേക്കാൾ മുകളിലല്ല. അഭ്യാസം തികഞ്ഞവൻ ഗുരുവിന്റെ ഒപ്പമാകും, അതിന്റെ മുകളിലേക്കല്ല. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. നിങ്ങളുടെ ദൈവദാസന്റെ ആത്മിക വളർച്ചയ്ക്ക് കീഴിലാണ് നിങ്ങളുടെ ആത്മിക വളർച്ച. അതുകൊണ്ട് ദൈവദാസന്മാർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ദൈവം ഏൽപ്പിച്ച മക്കളെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ആത്മീകമായി വളരുക. അതാണ് ജനത്തിന് ചെയ്യാൻ കഴിയാവുന്ന വലിയ ഉപകാരം. അങ്ങനെ നിങ്ങൾ ആത്മീയമായിട്ട് വളർന്നാൽ നിങ്ങളോട് കൂടെ നിൽക്കുന്ന ജനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നോളും, അവർ അതിന് തയ്യാറാകുന്നുണ്ട്. ഹല്ലേലൂയ. വായിച്ച ലൂക്കോസ് സുവിശേഷം 6:39-40. അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞത്, കുരുടന് കുരുടനെ വഴി കാട്ടുവാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും. മനസ്സിലായോ? ഇതല്ലേ മത്തായി 7:21-22-23 കാണുന്നത്. യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ മതി. എന്റെ മക്കളെ, സ്വർഗ്ഗോറുപ്പ്. ആരാ പറഞ്ഞേ? എവിടെയായി പറഞ്ഞേ? എന്നിട്ട് അതിന്റെ ചുറ്റും കിടന്നൊരു കളി. യേശുവിനെ കർത്താവായി സ്വീകരിക്കേണ്ട ആവശ്യം തന്നെയാണ്. പഴയകാല പാപങ്ങളുടെ ശിക്ഷാവിധിയിൽ രക്ഷപ്പെടാൻ യേശു അല്ലാതെ വേറൊരു വഴിയില്ല. പക്ഷെ അത് സ്വർഗരാജ്യം അവകാശമാക്കാനല്ല. സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ യേശു പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നത് എവനും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താലേ സ്വർഗരാജ്യം അവകാശമാകും. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ യേശുവിനെങ്കിലും ഒന്ന് വിശ്വസിക്കണ്ടേ? അപ്പൊ വ്യക്തതയോടെ തിരിച്ചറിയുക, ശിഷ്യൻ ഗുരുവിന് മീതെ അല്ല. അഭ്യാസം തികഞ്ഞവനൊക്കെ മാക്സിമം ആ ഗുരുവിനെ പോലെയാണ്. അപ്പൊ വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു ദൈവദാസനെ, നിങ്ങളെ നയിക്കുന്ന ഒരു ദൈവദാസനെ തെരഞ്ഞെടുക്കുന്നത് വളരെ പ്രാധാന്യമാണ്. ആ ദൈവദാസന് ഇവരെ നോക്കേണ്ടത് പ്രാധാന്യമുള്ളത്. ഹല്ലേലൂയ. ദൈവദാസൻ ദൈവജനത്തെ നോക്കുന്നത് വചനത്തിലൂടെയാണ്. അവർക്ക് വചനം കൊടുത്താ നോക്കണേ. ജഡത്തിലെ അപ്പൻ അവരുടെ ജഡത്തെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ നോക്കിയ ജഡം ദൈവം മണ്ണിലേക്ക് താന്നു പോകും. എന്നാൽ ഒരു നല്ല ദൈവദാസൻ അവരുടെ ജഡത്തെക്കാൾ ഉപരി അവരുടെ ദേഹിയെയാണ് നോക്കണേ. അവരുടെ ദേഹിക്ക് വേണ്ടി ജാഗരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള വചനം കൊടുത്താൽ മതി. ആ വചനമാണ് ദേഹിയെ സൂക്ഷിക്കുന്നത്. ഉൾനട്ട വചനം, നിങ്ങൾ രക്ഷിക്കാൻ കഴിവുള്ള ഉൾനട്ട വചനം.
ഹല്ലേലൂയ. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, ഇത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. അപ്പൊ ഈ കിട്ടുന്ന വചനം കൊണ്ട് എന്ത് ചെയ്യാനുള്ളതാ? നമ്മളെ തന്നെ സൂക്ഷിക്കുകയും നമ്മളെ തന്നെ വളർത്തുവാനും നമ്മുടെ അപ്പം തരുന്ന ഉൾനട്ട വചനമാണ് ഈ വരുന്നത്. ഇത് സ്വീകരിച്ച് പ്രൊട്ടക്ട് ചെയ്തോളണം, ഇത് സ്വീകരിച്ച് വളർന്നു കൊള്ളണം. മറ്റത് അങ്ങനെയല്ല. മറ്റത്, അതായത് നിങ്ങൾ നേരത്തെ കേട്ടല്ലോ, ലക്ഷ്യം പറയാതെ മാർഗം പറയുന്ന. ഡൽഹിക്ക് പോവുകയാണ്, പക്ഷെ ഡൽഹിക്ക് പോവാണെന്ന് മിണ്ടൂല. കേരള എക്സ്പ്രസിൽ കയറി, കേരള എക്സ്പ്രസിൽ കയറി. ഇവര് പലരും കേരള എക്സ്പ്രസിൽ കയറി, സൗത്തിൽ വന്നു, കേരള എക്സ്പ്രസിൽ കയറി താഴെ ഇറങ്ങി. ഞങ്ങളുടെ കേരള എക്സ്പ്രസിൽ കയറാനല്ലേ പറഞ്ഞേ? കേരള എക്സ്പ്രസിൽ കയറിയല്ലോ, ഞങ്ങൾ താഴെ ഇറങ്ങി. ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ലോകത്തിലേക്ക് ഇറങ്ങി, ലോകത്തിലെ പരിപാടി തുടങ്ങി. എന്നിട്ട് എന്താ ഞങ്ങളുടെ സ്വഭാവം മാറാത്ത? എവിടെ മാറാനാ? എന്നിട്ട് എന്ത് ചെയ്യും? ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പോകാത്തെ? എവിടെ പോകാന്? കാരണം കേരള എക്സ്പ്രസിൽ കയറിയാലേ പോവുള്ളൂ. ഈ ക്രിസ്തുവിൽ കയറിയത് ആ നിമിഷം മുതൽ യാത്ര തുടങ്ങും. എങ്ങോട്ട്? ദൈവരാജ്യത്തിലേക്ക്. കേരള എക്സ്പ്രസിൽ കയറി ഇറങ്ങാതിരുന്നാൽ ആ നിമിഷം മുതൽ യാത്ര തുടങ്ങും. എങ്ങോട്ട്? ഡൽഹിക്ക്. ഇത് യാത്രയില്ല, പകരം സംഘടനയിൽ കയറി കിടക്കുക. എന്റെ മക്കളെ എത്തത്തില്ല കേട്ടോ, സൂക്ഷിക്കുക. അതേണ്ടി 20, 22, 23 എപ്പോഴും ശ്രദ്ധിച്ചുള്ള ദേവദാസന്മാര് വിശ്വാസികൾ അവിടെ നിൽക്കണം മൊത്തം. ആ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഹല്ലേലൂയ. നിങ്ങൾ യഥാർത്ഥ കേരള എക്സ്പ്രസിൽ കയറി ഡൽഹിക്കാണെന്നുള്ള ആ ബോധം ഉണ്ടായി ഡൽഹിക്ക് ആ യാത്ര ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ഓരോ നിമിഷവും യാത്രയിലാണ്. ഓരോ നിമിഷവും ഡൽഹിക്ക് അടുത്തോണ്ടേയിരിക്കും. നിങ്ങൾ ക്രിസ്തുവിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഓരോ നിമിഷവും നിങ്ങൾ സ്വർഗീയ പിതാവോട് അടുത്തുകൊണ്ടിരിക്കും, ദൈവരാജ്യത്തോട് അടുത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതെ, ക്രിസ്തു പറയുന്നതിനൊക്കെ നിങ്ങൾ ആമേൻ പറയുന്നു. ഇതുകൊണ്ടാണ് ഒരു ഭാഗത്ത് ഒരു പരീശൻ വന്ന്, ഒരു ശാസ്ത്രി വന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഇതാ തിരുവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയെന്ന്. അപ്പൊ യേശു ക്രിസ്തു പറയുന്നുണ്ട്, നിന്റെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, നീ പറഞ്ഞ ശരി തന്നെ, ആമേൻ എന്ന് പറഞ്ഞപ്പോ യേശു ഉടനെ പറയാണ്, അതാ യേശു പറഞ്ഞതിന് ആമേൻ പറയാൻ പഠിക്കണമെന്ന്, അതനുസരിക്കാൻ പഠിക്കണമെന്ന്. ഉടനെ യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. അപ്പൊ ദൈവരാജ്യത്തോട് അകന്നവനും ഉണ്ട്, അടുത്തവനും ഉണ്ട്, ദൈവരാജ്യത്തിന്റെ ഉള്ളിലുള്ളവനും ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ യേശുവെ അനുഗമിക്കാൻ പഠിക്കണം. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ലക്ഷ്യം പറയാതെ, ലക്ഷ്യമാണ് ദൈവരാജ്യം. ദൈവരാജ്യം പറയാതെ യേശുവിനെ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് ഞങ്ങൾ തിരിച്ചു ചോദിക്കട്ടെ, നിങ്ങളുടെ മകനോട് ഡോക്ടർ ആകണം എന്ന് പറയാതെ എൻട്രൻസ് പരീക്ഷ പാസ്സാകണമെന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? എന്ന് പറഞ്ഞേ, നിങ്ങളുടെ മകനോട് ഡോക്ടർ ആകണം മോനെ എന്ന് പറയാതെ അവനോട് പറയണേ എൻട്രൻസ് പരീക്ഷ പാസ്സാണോ കേട്ടോ, എൻട്രൻസ് പരീക്ഷ പാസ്സാണോ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? നിങ്ങൾ അങ്ങനെ പറയോ? നിങ്ങളുടെ മോനോട് അങ്ങനെ പറയോ? അപ്പൊ അവിടെ ബുദ്ധിയുണ്ടല്ലേ, അവിടെ ബുദ്ധിയുണ്ട്. എന്നാൽ ഈ ബുദ്ധിയുണ്ട് ആത്മീയ കാര്യത്തിലില്ലാത്ത. നമ്മളെങ്ങനെയായിരിക്കും മോനോട് പറയുന്നേ, എടാ മോനെ, പപ്പയൊക്കെ ഈ കണ്ടത്തിൽ കിടന്ന് ചേറും, മോനെ ഈ മണ്ണിനോട് പോരാടി, ഞാനൊക്കെ അങ്ങനെയൊക്കെ മണ്ണിനോട് പോരാടുമ്പോ എന്റെ ഹൃദയം കരയുക, എന്റെ മോൻ ഇവിടെ ആകരുത്. ഓ, മണ്ണി പണിയുന്ന അത്ര കുഴപ്പമുള്ള പണിയാണല്ലോ, എന്റെ മോൻ ഇവിടെ ആകരുത്, അവനൊരു ഡോക്ടറാണോന്ന് എന്റെ ആഗ്രഹം. എന്റെ മോനെ, നീ ഒരു ഡോക്ടർ ആണോന്നാടാ എന്റെ ആഗ്രഹം. അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം? എൻട്രൻസ് പരീക്ഷ പാസ്സാണോ? അങ്ങനെയല്ലേ പറഞ്ഞു പഠിപ്പിക്കാറ്, അല്ലേ? ഡോക്ടർ ആകണം എന്ന ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നീ ഇപ്പോ എൻട്രൻസ് പരീക്ഷ പാസ്സാണെങ്കിൽ MBBS പഠിക്കാൻ പറ്റും. അങ്ങനെയല്ലേ പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കാറ്. അപ്പൊ ഈ ഇതിന് ലോക വിഷയത്തൊക്കെ ബുദ്ധിയുണ്ട്, അല്ലേ? പക്ഷെ ആത്മീയകാലത്ത് ബുദ്ധിയില്ല, ലക്ഷ്യം പറയത്തില്ല.
ഡൽഹിക്ക് പോകണമെന്ന് പറയത്തില്ല, കേരള ചോദിക്കാറുണ്ട്. ദൈവരാജ്യം അവകാശമാക്കണം, ദൈവരാജ്യം അന്വേഷിക്കണം, മുമ്പേ അതാണ് വേണ്ടതെന്ന് യേശു പറഞ്ഞ പോലെ മിണ്ടത്തില്ല. യേശുവിനെ കർത്താവായി സ്വീകരിക്കണം, യേശുവിനെ കർത്താവായി സ്വീകരിക്കണം. ഇവിടെ എന്തേ ബുദ്ധിയില്ലാത്ത? എന്നാൽ വിശുദ്ധ ബൈബിളിൽ പറയുന്നു, പൗലോസ് ദൈവരാജ്യത്തെയും യേശുവിനെയും കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അവരാദ്യം ലക്ഷ്യം പറഞ്ഞ് മാർഗം പറഞ്ഞു. ഫിലിപ്പോസ് ദൈവരാജ്യത്തെയും യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു, ലക്ഷ്യം പറഞ്ഞ് മാർഗം പറഞ്ഞു. എന്തേ ഇത് നമുക്ക് മനസ്സിലാകാം. കാരണം അവർക്കൊക്കെ ആഗ്രഹമുണ്ട് അവരിലൂടെ വരുന്ന വിശ്വാസികള് ദൈവരാജ്യത്തിൽ കാണണമെന്ന്. കാരണം അവരവിടെ കാണുന്നതാണ് ഇവരുടെ പ്രതിഫലം എന്നേ. ഇപ്പൊ എന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ കാണണം, നിങ്ങളാണ് എന്റെ പ്രതിഫലം. ഹല്ലേലൂയ. അല്ലാണ്ട് ഞാൻ നിങ്ങളുടെ പോക്കറ്റിലെ മണി ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ നേരത്തെ കുറെ അയാൾക്ക് അത് കൊടുത്തപ്പോ അയ്യോ അയാൾക്ക് ഇതാ വേറൊരാള് ഒരു ബോക്സ് കൊണ്ടുവന്നു, അങ്ങനെ ബോക്സ് തുറന്നപ്പോ ഭയങ്കരമായ എമൗണ്ട്, അതിൻ്റെ ഉള്ളിൽ എത്ര നല്ല ദൈവം, എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് പ്രസംഗിച്ചാൽ എന്താ കാര്യമുള്ളത്? അത് പറയുമ്പോ തന്നെ അറിഞ്ഞൂടെ ഈ വ്യക്തിയുടെ ലക്ഷ്യം ഈ വ്യക്തി മറ്റുള്ളവന്റെ പോക്കറ്റിലെ പണമാണെന്ന്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പോക്കറ്റിലെ പണമല്ല ദൈവത്തിന് വേണ്ടത്. യഥാർത്ഥ ഒരു ദൈവ പൈതലിനോ ദൈവദാസന് വേണ്ടത് നിങ്ങളുടെ സോള്, നിങ്ങളുടെ ദേഹി ദൈവരാജ്യത്തിലെത്തിയിരിക്കണം. അവർ നിങ്ങളുടെ ദേഹിക്ക് വേണ്ടി ജാഗരിക്കുന്നവരാ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ജനത്തോട് പറയാണ്, ശ്രദ്ധിക്കുക, ജനത്തോട് പറയാണ്, അവർക്ക് കീഴടങ്ങിയിരിപ്പേ, അല്ലെങ്കിൽ അവർ വിട്ടുകളയും. ഇപ്പൊ എന്റെ ഏരിയ ഹോം മാനേജ്മെന്റിൽ തന്നെ പലരോട് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ അവരെ ദൈവത്തിനെ ഏൽപ്പിച്ചു. ദൈവം എനിക്ക് പറ്റുന്നില്ല, നിങ്ങൾ കീഴടങ്ങിയിരിക്കത്തില്ല, ഞാൻ ഉള്ള കാര്യം അവിടെ അങ്ങ് അറിയിക്കും. ദൈവം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, അല്ലാതെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പാപത്തിലേക്ക് വീഴും. അപ്പോ ശ്രദ്ധിക്കുക, ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ നിങ്ങളുടെ ദേഹികൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാകയാൽ അത് ഞെരങ്ങിക്കൊണ്ടല്ല ചെയ്യേണ്ടത്, അവർ സന്തോഷത്തോടെ ചെയ്യണം. അതിന് നിങ്ങൾ അവർക്ക് കീഴടങ്ങിയിരിക്കണം. ഹല്ലേലൂയ. കാരണം അവർ ദൈവത്തിന് കേട്ട് നിങ്ങൾക്ക് തരികയാ. അതെന്തിനാ തരുന്നേ? നിങ്ങൾ അനുസരണമുള്ളവരായി തീരണം. ദൈവത്വം അനുസരണം ഉണ്ടാകണമെങ്കിൽ അതിനു മുമ്പ് താഴ്മയുള്ളവനാകണം. ഹല്ലേലൂയ. താഴ്ന്നെങ്കിൽ മാത്രമേ അനുസരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അനുസരിക്കാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോളണം, നമ്മുടെ ജീവിതത്തിൽ താഴ്മയുണ്ടെങ്കിൽ അനുസരിക്കൂ, അല്ലെങ്കിൽ അനുസരിക്കില്ല. അതുകൊണ്ട് തന്നെത്താൻ താഴ്ത്തുവാൻ പഠിക്കണം. ദൈവം മുമ്പിൽ നമ്മളെ ദൈവം ഏൽപ്പിച്ച നമ്മളുടെ മുകളിലുള്ള അധികാരത്തിന് മുമ്പിൽ, തലയുടെ മുമ്പിൽ, ആരെ പോലെ? ക്രിസ്തുവെ പോലെ. എങ്കിലും പരി നടക്കും. ഒരു ട്രെയിനിന്റെ ബോഗിയാണ് അനുസരണമെങ്കിൽ അതിന്റെ എഞ്ചിനാണ് താഴ്മ. മനസ്സിലാക്കിക്കോളാം. ഒരു ട്രെയിനിന്റെ ബോഗിയാണ് അനുസരണമെങ്കിൽ എഞ്ചിനാണ് താഴ്മ. താഴ്മ ധരിക്കാതെ അനുസരിക്കാൻ പറ്റൂല. ആദ്യം താഴ്മയുടെ പുറകിൽ അനുസരണം. ഇത് വ്യക്തമായി പഠിക്കണം. യേശു ക്രിസ്തുവിൽ ഉണ്ടായ ഈ മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി, ദൈവരൂപത്തിൽ നിന്നും മനുഷ്യരൂപത്തിലേക്ക് താഴ്ന്നു വന്നു. അങ്ങനെ താഴ്ന്നത് കൊണ്ട് ക്രൂശിലെ മരണത്തോളം താൻ അനുസരണമുള്ളവനായി. കണ്ടോ, എഞ്ചിൻ മുമ്പേ പോയി, താഴ്മ മുമ്പേ പോയി, അതുകൊണ്ട് ബോഗി പുറകെ പോയി, അനുസരണമുള്ളവനായി ക്രൂശിലെ മരണത്തോളം. അപ്പൊ നമുക്ക് അനുസരണം ഇല്ലാത്തതിന്റെ കാര്യം എന്താ? നമ്മളൊക്കെ ആരൊക്കെയോ ആണല്ലോ. ഞാൻ എങ്ങനെയാ അനുസരിക്കണേ? ഞാനൊക്കെ ആരൊക്കെയോ ആണ്. എങ്ങനെ? നമ്മുടെ മനസ്സില്, അല്ലേ? അല്ല, യേശുവെ പോലെ നാം തന്നെത്താൻ താഴ്ത്തുന്നുവെങ്കിലേ
നമുക്ക് അനുസരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നാം അനുസരിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്ക് തിരിച്ചു പറയാൻ കുറെ ഉണ്ട് നമുക്ക്. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, എപ്പോഴും ശ്രദ്ധിക്കുക, ദൈവം വെച്ച അധികാരത്തെ കീഴടങ്ങിയിരിക്കാൻ പഠിക്കും. ആരെ പോലെ? യേശുവെ പോലെ. യേശു ആ പിതാവിനെ കീഴടങ്ങിയിരിക്കുക. നമ്മൾ ആ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുക. സഭയിൽ ഒന്നാമത് ക്രിസ്തു, ഏറ്റവും ടോപ്പിൽ സ്വർഗസ്ഥ പിതാവ്. സെക്കൻഡ് ക്രിസ്തു. അതിന് താഴെ ദൈവത്തിന്റെ വചനം പറയും, ഒന്നാമത് അപ്പസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, താഴേക്കൊക്കെ പോരുകയാണ്. അപ്പോ ഇതിന് കീഴടങ്ങിയിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വി ആർ ഔട്ട് ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തിന്റെ പ്രൊട്ടക്ഷന് പുറത്തുപോയി. അതായത് ഒരു കൊട വെച്ചിട്ടുണ്ടെങ്കിൽ കൊടയുടെ ഉള്ളിൽ നിന്നാലല്ലേ മോനെ നിനക്ക് മഴയും വെയിലും കൊള്ളാതിരിക്കൂ. അതൊരു കൂടാരമാണ്. ഇതാ ദൈവത്തിന്റെ കൂടാരം. ആ കൂടാരം മനുഷ്യരുടെ കൂടെ ആ കൂടാരത്തിന്റെ ഉള്ളിൽ നിൽക്കണം. കൂടാരത്തിന് മാറിപ്പോകരുത്. വളരെ ശ്രദ്ധയോടുകൂടെ ജീവിച്ചാൽ നമുക്ക് ധാരാളം ഫലം ഉണ്ടാക്കി ഇവിടുന്ന് പോകാം. ഇവിടെ നമുക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല ഈ ഭൂമിയില്. ഈ സാധനം ഇപ്പൊ ഈ സാധനം ദ്രവിച്ച് താഴേക്ക് പോകും. അതിനു മുമ്പ് മാക്സിമം ലൈഫ് സമ്പാദിക്കണം. ലൈഫ്, ജീവൻ സമ്പാദിക്കണം. ആ ജീവൻ സമ്പാദിച്ചാൽ അത്രത്തോളം ഗ്ലോറി ഉണ്ടാകും. ഇല്ലേ? ഇവിടെ നമുക്ക് പണം സമ്പാദിച്ചാലല്ലേ ഗ്ലോറി, അല്ലേ? ഇവിടെ പണം സമ്പാദിച്ചു, അതനുസരിച്ച് ഇവിടുത്തെ ഗ്ലോറി ഉണ്ടല്ലോ. പണം സമ്പാദിക്കുമ്പോ നിങ്ങൾ പണം സമ്പാദിക്കാതെ നിങ്ങൾക്ക് ഒരു സാധാരണ നിങ്ങൾ നടന്നൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നു. അപ്പോ നിങ്ങളുടെ കൂടെ പഠിച്ച വേറൊരാള് ഇവിടെ വന്നു. അവൻ സൈക്കിളിൽ ചെല്ലുന്നു. അവൻ സൈക്കിൾ അവൻ സ്റ്റാൻഡ് ചെയ്ത്. അപ്പൊ നിങ്ങളോട് കൂടെ അപ്പൊ അവരവിടൊക്കെ ആളുകളൊക്കെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഒരു വലിയ ഒരു കാറില്, അതായത് ഒരു BMW അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെഴ്സിഡസ് ബെൻസിൽ പോയി അവിടെ വണ്ടി നിർത്തുന്നു. ഓട്ടോമാറ്റിക് കസേരയിൽ ഇരിക്കുന്നവരൊക്കെ പയ്യെന്ന് എഴുന്നേൽക്കും. അറിയാതെ അവർ നിങ്ങൾക്ക് ഒരു ബഹുമാനം തരും. കാരണം എന്താ? നിങ്ങളുടെ കയ്യിലുള്ള പണം അവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നു. നിങ്ങളുടെ സ്ഥാനം അവരറിയാതെ എഴുന്നേറ്റു, അല്ലേ? അതൊരു ഗ്ലോറിയാ നിങ്ങൾക്ക്. എവിടത്തെ? ക്ഷയിച്ചു പോകുന്ന ഗ്ലോറി. പിടുത്തം കിട്ടിയ? ഇവിടെ എല്ലാം വാടുന്ന കിരീടങ്ങളേ ഉള്ളൂ. എന്നാ എന്റെ പ്രിയ മോനെ, എന്റെ പ്രിയ മോളെ, വാടാത്ത കറൻസി, വാടാത്തത് ദൈവത്തിന്റെ വചനമാണ്. അതിന് വാട്ടമില്ല. ഇത് മനസ്സിലാക്കണം. വാട്ടമില്ല. അതിലൂടെ കിട്ടുന്ന ജീവൻ വാട്ടമില്ല. അതിലൂടെ ഉണ്ടാകുന്ന ഗ്ലോറി വാട്ടമില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ദൈവം അറിയുന്നേ. ദൈവം അറിയും, പിശാചറിയും. ആത്മലോകത്തുള്ളവരെയൊക്കെ ശ്രേഷ്ഠന്മാരെ പിശാചിനറിയാം. ആത്മലോകത്തെ ശ്രേഷ്ഠന്മാരെ ദൈവത്തിനറിയാം. ദൈവം പറയാണ്, ഇതാ നോഹയും ഇയ്യോബും ദാനിയേലും ഈ വിഷയത്തിൽ എന്നോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന കാര്യം, ഈ വാശി പിടിക്കുമ്പോൾ ആളുകൾ പറയത്തില്ലേ, പ്രത്യേകിച്ച് പിള്ളേര്, ദൈവയുടെ വാശി പിടിക്കുന്നതല്ല. ദൈവം പറഞ്ഞ് ഈ വിഷയത്തില് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ചിലരുണ്ട്. അതില് ഒന്നാണ് ദാനിയേൽ. ദൂതൻ വന്ന് പറയുന്നുണ്ട്, ദ മോസ്റ്റ് ബിലവഡ് പേഴ്സൺ, MVP, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേൽ. ആർക്ക് ഏറ്റവും പുരുഷൻ? ഗബ്രിയേലിനല്ല, ദൈവത്തിന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ MVP-മാരൊക്കെ നിങ്ങൾ ആയിത്തീരട്ടെ നിങ്ങളൊക്കെ. അപ്പോ ഇനി പറയാണ്, ദാനിയേല്, ഇതാ നോഹ തന്റെ തലമുറയിൽ നീതിമാനായിരുന്നു. നോഹ മാത്രം രക്ഷപ്പെട്ടുള്ളൂ, അല്ലേ? അപ്പോ നോഹൻ കുടുംബവും. നോഹ, ഹല്ലേലൂയ. ഇയ്യോബ്, ഇവൻ പിശാചിനോട് പോലും ദൈവം ചോദിക്കുകയാണ്, എന്റെ ദാസനായ ഇയ്യോബിനെ കണ്ടോന്ന്. അപ്പൊ ഇവരൊക്കെ ആരുടെ ഹൃദയത്തിലുണ്ട്? ദൈവ ഹൃദയത്തിലുണ്ട്. ഭയങ്കര എറ്റേണൽ ഗ്ലോറിയാണ് ഇവർക്കൊക്കെ. ദൈവ ഹൃദയത്തിലുണ്ട്. പാപം വിട്ട് ദൈവ വഴികളിൽ ജീവിച്ചവരാണ് ഇവർ. എന്റെ പ്രിയ സഹോദരികളെ, ഇവൻ പിശാചിന് പോലെ ആത്മലോകത്തെ ഫേമസ് ആയിട്ടുള്ള ആളുകളെ അറിയാം. അല്ലാണ്ട് പള്ളിക്കാർ ഉടുപ്പ് കൊടുത്തതുകൊണ്ടല്ല.
സ്കോള എന്ന പുരോഹിതൻ പള്ളിക്കാർ ഉടുപ്പ് കൊടുത്ത ആളാ. പുള്ളിയുടെ മക്കളുണ്ട്, ആ അച്ഛന്റെ മക്കൾ, അല്ലെങ്കിൽ മെത്രാന്റെ മക്കൾ, അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്ററുടെ മക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അവര് പോയിട്ട് ഒരു പിശാച് ബാധനോട് പറഞ്ഞ് ഇറങ്ങാൻ. ഉടനെ പിശാച് അവരുടെ ചാടി വീണ് ആ വസ്ത്രമൊക്കെ പിടിച്ചു പറിച്ചു നഗ്നനാക്കി. എന്നിട്ട് ചോദിച്ചു, ഈ യേശുവിനെ ഞങ്ങൾക്ക് അറിയാം. എന്റെ ആത്മലോകത്തിലെ പിശാചിനെ ആരെ അറിയാം? യേശുവിനെ അറിയാം. പൗലോസിനെ ഞങ്ങൾക്ക് അറിയാം, കാരണം ഇതൊക്കെ ഇവരൊക്കെ ആത്മലോകത്തിലെ ഫേമസ് ക്യാരക്ടേഴ്സാ. പക്ഷെ നിങ്ങളാരാ? മനസ്സിലാവുന്നുണ്ടോ? ഓടിച്ചു വിടുക, അടിച്ചോടിക്കുക. കണ്ടിട്ടില്ലേ പോലീസുകാര്? ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുക. ആ പ്രോഗ്രാം നടക്കുമ്പോ ഇതാ നമ്മളുടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും മന്ത്രിമാർ, ഇപ്പൊ എക്സാമ്പിൾ പിണറായി വിജയൻ, അദ്ദേഹത്തോടു കൂടെ വേറൊരു മന്ത്രി അവിടെ ചെന്നപ്പോ അവരെ റെസ്പെക്ട് ചെയ്യുമല്ലോ ഈ പോലീസുകാരൊക്കെ. പക്ഷേ വേറെ കുറെ പേര് അവിടെ ചെല്ലുക, ഞങ്ങൾ പിണറായി വിജയന്റെ ആളുകളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിച്ചു കയറുകയാണ്. പോലീസുകാർ ഇവരെ അടിച്ചു ഓടിക്കും. അവര് പറയും, പിണറായി വിജയനെ ഞങ്ങൾക്കറിയാം, പുള്ളിയുടെ കൂടെയുള്ള മന്ത്രിമാരെ ഞങ്ങൾക്കറിയാം, നിങ്ങളാരാ? ഓടിപ്പോ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ഇത് ഭൗതിക ലോകം. ആത്മലോകത്ത് നമ്മൾ അറിയപ്പെടുന്നവരായിരിക്കണം. ആരുടെ മുമ്പിൽ? മനുഷ്യരുടെ മുമ്പിൽ അറിയത്തൊന്നുമില്ലായിരിക്കാം. ദൈവത്തിന്റെ മുമ്പിലും, ദൈവത്തിന്റെ എല്ലാ ദൂതന്മാരുടെ മുമ്പിലും, പിശാചുക്കളുടെ മുമ്പിലും ആത്മലോകത്ത് നമ്മൾ അറിയപ്പെടുന്നവരായിരിക്കും. നമ്മളെ കാണുമ്പോൾ തന്നെ ദൈവഹൃദയം സന്തോഷിക്കണം, പിശാചും അവന്റെ ദൂതന്മാരും വിറയ്ക്കണം. ഹല്ലേലൂയ. പാപത്തോട് വേർപെട്ട ഒരു ജീവിതം നയിക്കുവാൻ ഓരോരുത്തരും തയ്യാറാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത്, ലക്ഷ്യം പറയാതെ, ദൈവരാജ്യം പ്രസംഗിക്കാതെ യേശുവിനെ മാത്രം പ്രസംഗിച്ചാൽ കുഴപ്പം വല്ലതും ഉണ്ടോ? ഇതാണ് കുഴപ്പം. നിങ്ങളുടെ സുവിശേഷ വേലയിലൂടെ കടന്നു വരുന്ന, രക്ഷിക്കപ്പെട്ടു വരുന്ന വ്യക്തികൾ സ്വർഗരാജ്യം അവകാശമാക്കുന്നത് വളരെ ചെറിയൊരു പെർസെന്റേജ് ആയിരിക്കും. വളരെ ചെറിയൊരു പെർസെന്റേജ് എത്തത്തില്ല. കാരണം അവർക്ക് ലക്ഷ്യം അറിഞ്ഞുകൂടാ. പിന്നെ അവർ ഇതിൽ ആത്മാർത്ഥത ഉള്ളവരാണെങ്കിൽ അവർ ദൈവത്തെയോട് പ്രാർത്ഥിച്ച് ദൈവവചനം വായിച്ച് വരുമ്പോ അവർക്ക് മനസ്സിലായി, ഓ, യേശു കർത്താവ് സ്വീകരിക്കൽ മാത്രമല്ലല്ലോ, ഒരു ലക്ഷ്യമുണ്ടല്ലോ, സ്വർഗസ്ഥ പിതാവോട് കൂടെ ജീവിക്കണമല്ലോ, അതിന് താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാനും വിശുദ്ധനാകണമല്ലോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ ജീവിത വിശുദ്ധി പ്രാപിച്ചാൽ ദൈവപുത്രനായിട്ട് വെളിപ്പെട്ട ലക്ഷ്യത്തിലെത്തും. അല്ലെങ്കിൽ എത്തൂല. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, നിങ്ങളെല്ലാം യേശുവിനെ കർത്താവ് സ്വീകരിച്ച് അവിടെ എത്തും എന്ന് ലോകം പറയുന്നതല്ല, ദൈവവചനം പറയുന്നത്. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അധർമ്മിയുടെയും പാപിയുടെയും ഗതി എന്താകും? ഇതല്ലേ 1 പത്രോസ് 4:17-18 ഭാഗങ്ങൾ നമുക്കിത് കാണാൻ കഴിയും. അപ്പൊ ഇതൊന്നും പറയാതെ ഈ ജനത്തെ ചതിക്കുന്ന തലമാകരുത് നമ്മളുടെ സുവിശേഷീകരണം. വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ഇത് കേൾക്കുന്ന ദൈവദാസന്മാർ ശ്രദ്ധിക്കുക, ദൈവജനം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സ്വർഗത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ ഒട്ടും കുറവ് സ്വർഗം ആഗ്രഹിക്കുന്നില്ല. എടുത്തെങ്കിൽ വായിച്ചോളൂ ഈ പറഞ്ഞത് 1 പത്രോസ് 4 അവസാന ഭാഗം. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? ഇതൊക്കെ എവിടെയെങ്കിലും പ്രസംഗിച്ച് കേൾക്കാറുണ്ടോ മക്കളെ? എവിടെയെങ്കിലും പ്രസംഗിച്ച് കേൾക്കാറുണ്ടോ? ശരിക്കും പറഞ്ഞ ഈ ജനം ചതിക്കപ്പെടുകയല്ലേ? ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണ്ടേ? ഹല്ലേലൂയ. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കുന്നു. പലരും പറഞ്ഞു തന്നെ അറിയാമോ? റോമ 8:1 എടുത്തിട്ട് കേട്ടോ, നമുക്ക് ന്യായവിധി ഇല്ല, നമുക്ക് ന്യായവിധിയേ ഇല്ല. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് സമ്മാനം. ഈ ജനത്തെ ചതിക്കുകയാ. ഇവിടെ പറയുന്നത് ന്യായവിധി തുടങ്ങാൻ പോണ സഭയില്ല, ന്യായവിധി തുടങ്ങാൻ പോകുന്നതേ സഭയില്ല. നിങ്ങൾ കേട്ടോ? ഒന്നുകൂടി വായിച്ച സിസ്റ്ററെ, ആദ്യത്തെ ഭാഗം. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ന്യായവിധി എവിടെ?
ആ ന്യായവിധി ദൈവഗൃഹം ഇല്ലേ? അപ്പൊ ഉടനെ ഈ കൂട്ടർ പറഞ്ഞത് ആ ദൈവഗൃഹം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അത് ഹെബ്രായ ഭാഷയിൽ അത് വേറൊരു ഗൃഹമാണ്, അത് യഹൂദന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവര് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടുവരും ആ രീതിയിൽ. അപ്പോ ദൈവത്തിന്റെ വചനം പറയാ അത് കറക്റ്റാ, അത് നമ്മിൽ തുടങ്ങിയാൽ, മനസ്സിലായ? അത് എവിടെ തുടങ്ങിയാൽ? നമ്മിൽ തുടങ്ങിയാൽ. അപ്പൊ ന്യായവിധി ആരംഭിക്കുന്നത് ദൈവഗൃഹമായ സഭയിലാണ്. ഇതുമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, ആ ദൈവാത്മാവിനാൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം. 2 Corinthians 5:10. അല്ലാണ്ട് യഹൂദന്മാർ നിൽക്കണമെന്നല്ല, നാം എല്ലാവരും. പറയുന്നത് ജാതീയ സഭയോടാണ്, ഹല്ലേലൂയ, കൊറിന്ത്യ സഭയോടാണ്. അതില് മെജോറിറ്റി ജാതികളാണ്, യഹൂദന്മാരും അതിൻ്റെ ഉള്ളിലുണ്ട്. വായിച്ച്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, മറന്നു പോകരുത്, നാം എല്ലാവരും. അല്ലാതെ നമുക്ക് ന്യായവിധി ഇല്ല എന്ന് പറയരുത്. പകരം ന്യായവിധി എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും പ്രതിഫലം ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു പറയുന്ന കേട്ടിട്ടില്ലേ സഭയോട്? അത് നിനക്ക് സമ്മാനങ്ങൾ മാത്രം ഉണ്ടെന്നല്ല പറയണേ. വെളിപ്പാട് 3-ാം അധ്യായത്തില് ലവോദിക്കീയ സഭയോട് പറയാണ്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ആരാ പറയുന്നത്? സഭയോടാ പറയുന്നേ. ശീതോഷ്ണവാനായാൽ നിനക്കൊരു ശിക്ഷാവിധി ഇല്ലെന്നല്ല പറയണേ, നിന്നെ ഞാൻ എന്റെ വായിന്ന് തുപ്പിക്കളയും. ഹല്ലേലൂയ. അപ്പൊ ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കണം. 3-ാം അധ്യായത്തിൽ വായിച്ചത് ലവോദിക്കീയ സഭ. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്തത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇവിടുത്തെ ജഡ്ജി ആയിക്കേ. അപ്പൊ സഭയിലുള്ളവർക്ക് പ്രതിഫലം മാത്രമാണോ ഉള്ളത്, അതോ ശിക്ഷയും കൂടി ഉണ്ടോ? നിങ്ങൾ തന്നെ ജഡ്ജിയായിട്ട് പറ. കർത്താവ് പറയാ, നിന്നെ എന്റെ വായും തുപ്പിക്കളയുന്നു. മനസ്സിലായോ? നിന്നെ എന്റെ വായും തുപ്പിക്കളയും. ആരാണ് ഇവര്? യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച് കൂട്ടരാ. അപ്പൊ ഇവിടെ നാം നമ്മെ തന്നെ വിഡ്ഢിയാക്കരുത്. നമ്മൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലക്ഷ്യം പറയാതെ മാർഗം പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ലേ? യേശുക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം അറിയിക്കാതെ അതിലേക്കുള്ള മാർഗമായ യേശുവിനെ മാത്രം പറഞ്ഞാൽ എന്താണ് കുഴപ്പം? തിരിച്ചു വേറെ ചോദിക്കട്ടെ, നിങ്ങളുടെ മകളോട് കല്യാണം കഴിക്കണം എന്ന് പറയാതെ എൻഗേജ്മെന്റ് കഴിക്കാൻ പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അവളോട് കല്യാണത്തെ കുറിച്ച് പറയുന്നതേ ഇല്ല. അവൾക്ക് കല്യാണം എന്ന് പറഞ്ഞ കാര്യം അറിയത്ത പോലുമില്ല. അവളോട് കല്യാണം കഴിയണമെന്ന് പറഞ്ഞില്ല, എൻഗേജ്മെന്റ് കഴിക്കും എന്ന് പറയുന്നത് പോലെയാണ്. ലക്ഷ്യം പറയാതെ ദൈവരാജ്യ സുവിശേഷം യേശു 3.5 വർഷം പ്രസംഗിച്ചത് പറയാതെ അതിലേക്കുള്ള ഏക വഴിയായ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായതിനെ മാത്രം പറയും. കാരണം ഈ കുട്ടിക്ക് അറിഞ്ഞൂടെ, കുട്ടി എൻഗേജ്മെന്റ് കഴിഞ്ഞു, കുട്ടി വിചാരിച്ചു ഇതോടുകൂടി എല്ലാം തീർന്നു. അല്ല മോളെ, തീർന്നില്ല. തീരാൻ വേണ്ടിയാണ് നീ തുടങ്ങിയത് എൻഗേജ്മെന്റ്. രക്ഷിക്കപ്പെടുന്ന ഒരു എൻഗേജ്മെന്റിന്റെ ലെവലേ ഉള്ളൂ, സ്റ്റാർട്ടിംഗ് പോയിന്റേ ഉള്ളൂ.
ഇതാണ് ഞാൻ 2 Corinthians 11-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നത്. ഞാൻ ഭയപ്പെടുകയാ, ഇങ്ങനെ പോയാൽ കല്യാണം നടക്കുന്ന കാര്യം സംശയ. രക്ഷിക്കപ്പെട്ടവനോ പറയണേ, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനുമായി നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്യിപ്പിച്ചിട്ടേ ഉള്ളൂ. മനസ്സിലായോ? എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി കല്യാണം കഴിയണം. മീൻസ് നിങ്ങളെ സ്വർഗീയ ഭവനത്തിൽ സ്വീകരിക്കണം, എന്റെ അപ്പന്റെ വീട്ടിൽ സ്വീകരിക്കണം. അത് സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ പോയാൽ സ്വീകരിക്കത്തില്ല. കാരണം സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളെയും ചതിച്ചു കളഞ്ഞിരിക്കുക. ക്രിസ്തുവിന്റെ മനസ്സിൽ നിങ്ങൾ പുറത്തുപോയി. ക്രിസ്തുവിൽ നിങ്ങൾ പുറത്തുപോയി. കേരള എക്സ്പ്രസിൽ കയറി. കേരള എക്സ്പ്രസിൽ കയറുന്നതല്ലേ പറഞ്ഞത്. ആ വണ്ടി ചൂളം വിളിച്ച് പോണതിന് മുമ്പ്, പച്ചക്കൊടി ഇതാ കാണിച്ചു പോകുന്നതിന് മുമ്പ് നേരെ ചാടി താഴെ ഇറങ്ങി, ലോകത്തിലേക്ക് ഇറങ്ങി. നീ ഒരിക്കലും ഡൽഹിയിൽ എത്തത്തില്ല. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു ചിന്ത നാം മനസ്സിലാക്കണം. വായിച്ചേ 2 Corinthians 11-ാം അധ്യായം 3-ാം വാക്യം മുതലായിരിക്കാം, 2-ാം വാക്യം മുതലായിരിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഭയപ്പെടുകയാ. മനസ്സിലായോ? ഭയപ്പെടുകയാ. കാരണം ക്രിസ്തു എന്ന ഏക പുരുഷനുമായി ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്യിപ്പിച്ചിരിക്കുന്നു. സുവിശേഷത്താൽ നിങ്ങൾ ജനിച്ചിരിക്കുന്നു. അതൊരു ആരംഭമാണ്. ക്രിസ്തു എന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ടു. കേരള എക്സ്പ്രസിൽ കയറി. ഇനി നീ എന്ത് ചെയ്യണം? അതിൽ നീ ഇറങ്ങരുത്. ഇറങ്ങാതെ നീ അതിൽ 2 ദിവസം ഇരുന്നാൽ നീ ഡൽഹിയിലെത്തും. യാത്ര പുറപ്പെടണം. അല്ലാതെ കയറി അങ്ങ് ഇറങ്ങി അതുകൊണ്ട് അവിടെ എത്തൂല. ക്രിസ്തുവിൽ കയറിയപ്പോ നീ ആത്മാവിലാ കയറിയത്. ഇനി ആത്മാവിൽ നിന്ന് വീണ്ടും ജഡത്തിലേക്ക് മടങ്ങി ഇറങ്ങരുത്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ ബുദ്ധിയില്ല നിനക്ക്. നീ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പൊ ജഡം കൊണ്ട് സമാപിക്കുന്നു. ഗലാത്യലേഖനം 3:3 പറയാ, നീ ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, എന്നിട്ട് ദേ പുറയിലേക്ക് ഇറങ്ങി ജഡം കൊണ്ട് സമാപിക്കുന്നു. കേരള എക്സ്പ്രസിൽ കയറി വീണ്ടും നോക്കിയപ്പോ പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചിറങ്ങി, എറണാകുളത്തേക്ക് തിരിച്ചിറങ്ങി. ഈ ഡൽഹിയിലെത്തത്തില്ല. അപ്പൊ നമുക്ക് ഭൗതിക കാര്യങ്ങൾക്ക് ബുദ്ധിയുണ്ട്. നമ്മൾ എങ്ങനെയായിരിക്കും പറയണത് നമ്മുടെ മോളോട്? നമ്മൾ പറയുകയാണ്, മോളെ, മമ്മിയുടെ അല്ലെങ്കിൽ പപ്പയുടെ വലിയ ആഗ്രഹമാണ് മോളെ കല്യാണം കഴിച്ച് കാണണമെന്ന്. അതുകൊണ്ട് ഞങ്ങള് ഇന്ന ചെറുക്കനുമായിട്ട് നിനക്ക് ഇഷ്ടമാണല്ലോ, എനിക്കറിയാം നിനക്ക് ഇഷ്ടമാണ്, നിന്റെ വിവാഹം ഞങ്ങള് തീരുമാനിച്ചിരിക്കുക. മോളെ, അടുത്ത 3-ാം തീയതിയാണ് എൻഗേജ്മെന്റ് വെച്ചേക്കുന്നത്. 3-ാം തീയതി വിവാഹവും. ഇങ്ങനെയല്ലേ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണേ? അല്ലാണ്ട് നിങ്ങൾ പോയിട്ട് കല്യാണത്തെ കുറിച്ച് ഒന്നും മിണ്ടാതെ ആ മോളോട് എൻഗേജ്മെന്റ്. അങ്ങനെയല്ല. ആത്മീയ കാര്യത്തിൽ, ഭൗതിക കാര്യത്തൊക്കെ ബുദ്ധിയുണ്ട്, ആത്മീയ കാര്യത്തിൽ ബുദ്ധിയില്ല. ഇതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞ ബുദ്ധിയില്ലാത്ത കന്യകമാർ. അവർ വിളക്കെടുത്തു, എൻഗേജ്മെന്റ് കഴിഞ്ഞു, യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, പക്ഷെ ഒരുങ്ങിയില്ല. ഹല്ലേലൂയ. ഒരുക്കമില്ലാത്തവരായതുകൊണ്ട് എന്താ കാര്യം? നമ്മൾ ലക്ഷ്യത്തിലെത്തത്തില്ല. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണത് പ്രവർത്തിക്കാൻ. ലക്ഷ്യം പറഞ്ഞ മാർഗം. ഹല്ലേലൂയ. ലക്ഷ്യം പറഞ്ഞ് മാർഗം. കാരണം മാർഗത്തിൽ പോയി ധാരാളം ബിസിനസ്സുകൾ കാണാം. മാർഗത്തിൽ പോകുന്നുണ്ട്, പക്ഷെ ഒരെണ്ണത്തിന് ഫലമാകാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ കാലത്ത് പുതിയ ബിസിനസ് തുടങ്ങുന്നതൊക്കെ സക്സസ് ആകുന്ന വളരെ കുറവുള്ളൂ. ഭയങ്കര ലോ റേറ്റ്. ലക്ഷ്യത്തിലേക്ക് എത്തുന്നതേ ഇല്ല. മാർഗത്തിൽ തന്നെ പോയ ഫണ്ട് പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ടേക്ക് നീക്കാനായിട്ട്. കയ്യിലുള്ള ഫണ്ട് കളയരുത്. ഫണ്ട് ശ്രദ്ധയോടെ ഉപയോഗിക്കണം. ലക്ഷ്യത്തിൽ എത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ഫണ്ട് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. ഹല്ലേലൂയ. മാർക്കറ്റിലേക്ക് ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ വിതച്ചതിന് തുല്യമാണ്. അതിന് കൊയ്ത്ത് വന്നില്ല എങ്കിൽ വലിയ നഷ്ടം സംഭവിക്കാനായിട്ട് ഇടയാണ്.
അത് വളരെ ശ്രദ്ധയോടെയായി. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ പറയുന്നത് മുഴുവൻ ലക്ഷ്യം ലക്ഷ്യം അതായത് ലക്ഷ്യം പറയാതെ നമ്മൾ മാർഗം പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് വയ്ക്കണം. ശ്രദ്ധിച്ചേട്ടെ എല്ലാവരും ശ്രദ്ധിച്ചേ. സുവിശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആരോടാണോ സുവിശേഷം പറയുന്നത് അവരുടെ ഉള്ളിൽ ഓൾറെഡി ലക്ഷ്യമുണ്ട്. നിങ്ങൾക്കറിയോ? ആ ലക്ഷ്യം നമ്മൾ പറയുന്ന ലക്ഷ്യമല്ല, തിരുവചനം പറയുന്ന ലക്ഷ്യമല്ല. ഓൾറെഡി അവരുടെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ട്. അപ്പോ ഒരു സുവിശേഷകന്റെ ഡ്യൂട്ടിയാണ് അവരുടെ ഉള്ളിലുള്ള ലക്ഷ്യത്തെ റീപ്ലേസ് ചെയ്തിട്ട് അതിനെ മാറ്റി യേശു ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവ് നമുക്ക് തരുന്ന ലക്ഷ്യമായ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക എന്നുള്ള ലക്ഷ്യം അവരിൽ ഫിറ്റ് ചെയ്യണം. മനസ്സിലായോ? കാരണം അവരുടെ ഉള്ളിൽ ഓൾറെഡി ഒരു ലക്ഷ്യമുണ്ട്. ദൈവരാജ്യം അവകാശമാക്കുകയല്ല, ലോകം നേടുക. അത് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലില്ലേ? ജനിച്ചപ്പോ മുതൽ ചുറ്റുപാടുള്ള അപ്പച്ചനും അമ്മച്ചിയും ചേട്ടനും ചേച്ചിയും ടീച്ചറും പാസ്റ്ററും അച്ഛനും മെത്രാനും എല്ലാവരും കൂടി ഇഞ്ചക്ട് ചെയ്ത് മനോരമയും മാതൃഭൂമിയും മംഗളവും എല്ലാം കൂടി ഇഞ്ചക്ട് ചെയ്ത് തന്നിട്ടില്ലേ? ഞാൻ പോലും അറിയാതെ ലോകം നേടുക എന്ന ആ ലക്ഷ്യം നമ്മുടെ അകത്തില്ലേ? അപ്പൊ ഈ ലക്ഷ്യം അകത്തുള്ളപ്പോൾ നമ്മളൊരു മാർഗമായിട്ട് ചെല്ലുകയാണ്. ലക്ഷ്യം പറയാതെ മാർഗം പറയുമ്പോൾ ഈ ജനം യേശുവിനെ സ്വീകരിച്ചിട്ട് ഏത് ലക്ഷ്യത്തിലേക്കാ പോണേ? സ്വർഗരാജ്യത്തിലേക്കോ ലോകം നേടാനോ? അവർ ലോകം നേടാനല്ലേ പോവുള്ളൂ. അതിന്റെ കുറ്റം മുഴുവൻ ആർക്കിരിക്കും? ദൈവദാസനിരിക്കും. കാരണം ലക്ഷ്യം പറയാതെ മാർഗം പറഞ്ഞു. കാരണം ഓൾറെഡി വേറൊരു ലക്ഷ്യം ജനത്തിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ലോകത്തിൽ വലിയവനാകുക, ലോകം നേടുക. എന്നാൽ യേശുക്രിസ്തുവിന്റെ മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശുക്രിസ്തു പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ലോകം മുഴുവൻ നേടിയാല് എന്റെ മക്കളെ നിങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഇങ്ങനെ ചോദിച്ച യേശുവിന്റെ ശിഷ്യൻ അതുപോലെ പറയാതെ ദൈവരാജ്യ ദർശനം വെക്കാതെ ഇവരുടെ പഴയ ലോക ദർശനത്തിൽ മാർഗം കൊടുക്കുകയാണ്. നമ്മൾ കാണിക്കുന്ന മണ്ടത്തരം. യേശുവിന്റെ മെത്തേഡ് ഫോളോ ചെയ്യുക, അപ്പോസ്തലന്മാരുടെ മെത്തേഡ് ഫോളോ ചെയ്യുക. ഹല്ലേലൂയ. ജനത്തിന്റെ ഉള്ളില് ഓൾറെഡി ദർശനമുണ്ട്, ഓൾറെഡി ലക്ഷ്യമുണ്ട്. ഇതാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന രംഗം. ആ രംഗം നിങ്ങൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കുക. ഓ ലോർഡ്, ഐ ലവ് യു. അതിന്റെ 26-ാം വാക്യം വായിച്ച്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മനസ്സിലായോ? എന്താ യേശു ഇങ്ങനെ പറഞ്ഞേ? എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ലക്ഷ്യമുണ്ട്. തെറ്റായ ലക്ഷ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. വട്ടപൂജ്യമാകുന്ന ലക്ഷ്യമാണെന്ന് മാത്രമേ ഉള്ളൂ. വി ആർ സ്ട്രൈവിംഗ് ടു ബിക്കം നത്തിങ്. നമ്മളെല്ലാവരും ഈ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് വട്ടപൂജ്യമാകാൻ പ്രവർത്തിക്കുന്നവരാ. വട്ടപൂജ്യമാകാൻ പ്രവർത്തിക്കുന്നു. അധ്വാനിക്കുന്നതും കൂട്ടുന്നതും പണിയുന്നതും ബാങ്കിലിടുന്നതും എല്ലാം നേടിയത് സ്വന്തം പേര് രജിസ്റ്റർ ചെയ്തതും ഒക്കെ വട്ടപൂജ്യമാകാൻ പോവാ മരണത്തിൽ. വി ആർ ട്രൈങ് ടു ബിക്കം നത്തിങ്. ഞാൻ കർത്താവ് പറഞ്ഞ ഈ ലോകം മുഴുവൻ നീ പണിയെടുത്തും ബിസിനസ് ചെയ്തും ഒക്കെ നേടി, പക്ഷെ നിന്റെ ജീവൻ നേടപ്പെടേണ്ടത് ദൈവരാജ്യത്തിലേക്കാണ്. അത് നേടപ്പെടുന്നില്ല എങ്കിൽ നിനക്ക് എന്ത് ബെനിഫിറ്റാ ഉള്ളേ? അപ്പൊ ഇവിടെയാണ് ക്രിസ്തുവിലുള്ള ഒരു ദൈവ പൈതലിന്റെ ആ ജ്ഞാനം. അതേ ജ്ഞാനം ക്രിസ്തു എങ്ങനെ പ്രവർത്തിച്ചു അതേ ഡിറ്റോയിൽ അവിടെ ചെല്ലുകയാ. അവരോട് പറയാണ്, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. ലോകമല്ല നേടേണ്ടത്, ദൈവരാജ്യമാണ് നേടേണ്ടത്.
അവരുടെ ദർശനത്തെ റീപ്ലേസ് ചെയ്യാൻ ആദ്യം ദൈവദാസൻ ചെയ്യേണ്ടത് ആരെ പോലെ? യേശുവിനെ പോലെ. യേശുവിന്റെ ശിഷ്യനാണല്ലോ, അങ്ങനെയാണല്ലോ പേര്. അപ്പൊ ഇത് മറന്നു പോകരുത്, ഇത് മറന്നു പോകരുത്. യേശുവിന്റെ ശിഷ്യനൊന്നും പേര്, എന്നിട്ട് യേശുവിന്റെ പേരും പറഞ്ഞ് കുറെ ലോകവും കലക്കി അങ്ങ് കൊടുക്കുന്നു. അങ്ങനെയാകരുത്. ലോക ദർശനം മാറ്റി അവരോട് പറയണം, നമ്മൾ ലോകത്ത് അധ്വാനിക്കണം, മടിയന്മാരായിരിക്കരുത്, പണിയണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ കൈ തൂമ്പ പിടിക്കുന്ന കയ്യാ. ഇന്നലെ കൂടി തൂമ്പ പിടിച്ചേ ഉള്ളൂ, മനസ്സിലായോ? ഇന്നലെ കൂടി പലതും നട്ടേ ഉള്ളൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പണിയെടുക്കണം, അധ്വാനിക്കണം, മടിയന്മാരായി ഇരിക്കരുത്. ഞാൻ വെള്ള സോക്സേ ഇടൂ, അയ്യേ ചെളിയാവോ എന്ന് പറയരുത്. പണിയെടുക്കണം. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് പ്രത്യേകിച്ച് മണ്ണിൽ പണിയെടുക്കാൻ തയ്യാറാകണം. വൈറ്റ് കോളർ പരിപാടിയൊക്കെ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളത് ഒരു ഭാഗത്ത് ഞാൻ വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ഒരാളാ. പക്ഷെ ആ സമയം തന്നെ ഈ കൈ തൂമ്പ എടുക്കും, പണിയും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയുന്നതിന്റെ കാരണം, ഈ അന്ന് ചെയ്യുമ്പോൾ ജനത്തോട് പറയണം, ഈ ചെയ്യുന്നതൊക്കെ സീറോ ആകാൻ പോവുകയാ, ഈ നേടുന്നതൊക്കെ സീറോ ആകാൻ പോവുകയാ. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അന്ത്യകാലത്ത് നമ്മളെ ഉപരോധം കൊണ്ട് ഞെരുക്കാൻ വേണ്ടി പിശാച് ആന്റിക്രൈസ്റ്റോടെ വരുമ്പോ നമുക്ക് സഹായത്തിനായി ദൈവം ഇതാ ഒരുക്കുന്ന ഒരു പെട്ടകം പോലെ ഇതൊക്കെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക, ലോകം എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ദർശനമായി കിടക്കുന്നുണ്ട്. ഒരു സുവിശേഷകന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്, ഈ ലോക ദർശനമായ വ്യക്തി, ആ വ്യക്തിയുടെ അടുക്കൽ യേശു ക്രിസ്തു ചെന്നപ്പോ യേശു ക്രിസ്തു എങ്ങനെ പറഞ്ഞോ, മോനെ മോളെ, നീ സർവ്വലോകവും നീ അധ്വാനിക്കണൊക്കെ നല്ല കാര്യമാ. സർവ്വലോകവും നീ നേടിയാലും നിന്റെ ജീവനെ ദൈവരാജ്യത്തിലേക്ക് നേടുന്നില്ല എങ്കിൽ നിനക്ക് എന്താ പ്രയോജനം? ഹല്ലേലൂയ. അപ്പൊ ദർശനം മാറ്റിയിട്ട് യേശു തരാൻ വന്ന ജീവനാണ്. ഇന്ന് അത് മേടിക്കാൻ വല്ലവരും ഉണ്ടോന്നേ? പകരം ലോകം കിട്ടും എന്ന് പറഞ്ഞാലല്ലേ ജനം യേശുവിനെ ഇപ്പൊ സ്വീകരിക്കുന്നേ. നിനക്ക് ലോകത്തിൽ അത് കിട്ടും, ഇതാ ഒരു വിസ വരുന്നത് കാണുന്നു, അമേരിക്കയിൽ നിന്ന് ഒരു വിസ വരുന്നത്, നിന്റെ മോള് നിശ്ചയമായി അനുഗ്രഹിക്കപ്പെടും, ദേ വരുന്ന വിസ, ലോകം കിട്ടുന്നു, ലോകം കിട്ടുമെന്ന് കാണിച്ചു കൊടുക്കുക. യേശു പറഞ്ഞത് അങ്ങനെയല്ല, നിനക്ക് വേണ്ടതൊക്കെ ലഭിക്കും, പക്ഷെ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കണം, മുമ്പേ നീ ദർശനം മാറ്റി പിടിക്കണം. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? പക്ഷെ നമുക്ക് ദൈവരാജ്യം വേണ്ട, അമേരിക്കയിലെ വിസ വേണം, ഗൾഫിലെ വിസ വേണം, എന്റെ മോൾക്ക് അത് കിട്ടണം, എന്റെ മോൻ ഇത് കിട്ടണം. ആദ്യം ദൈവരാജ്യം, അതോട് കൂടെ ഇതും ലഭ്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിനെ നാം സ്വീകരിച്ചു, അവർക്ക് ശിക്ഷാവിധി ഇല്ല. യേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. പക്ഷെ യേശുവിലുള്ളവർ എന്ന് പറയുന്നത് ആത്മാവിനനുസരിച്ച് ജീവിക്കുന്നവരാണ്. ഇത് മറന്നു പോകരുത്. അല്ലാണ്ട് കോൺട്രസ്റ്റിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചങ്ങ് എടുത്തിട്ട് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത് വെറും ബുദ്ധിഹീനതയാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. വെറും ബുദ്ധിഹീനതയാണ്. ഏതെങ്കിലും ഒരു ഭാഗം, ഇതാ നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് അനുകൂലമായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ കണ്ടീഷനുകൾ ഒന്നും വായിക്കാതെ അത് മാത്രം മുറിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് വെറും വിഡ്ഢിത്തമാണ്. അതിന്റെ അടിയിലേക്ക് വായിച്ചു നോക്ക്, ആ നിയമം പറഞ്ഞേക്കുന്നതിൽ കണ്ടീഷനുകളുണ്ട്. യേശു ക്രിസ്തുവിനുള്ളവർക്ക് ഇതാ യാതൊരു ശിക്ഷാവിധിയും ഇല്ല. ആരാണ് യേശു ക്രിസ്തുവിനുള്ളത്? താഴേക്ക് കണ്ടീഷൻ ഉണ്ട്. ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച്, ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ, ക്രിസ്തയേശുവിലുള്ളവർ. ഇതല്ല റോമായിട്ടിന്റെ 14 പറയുന്നേ. ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ക്രിസ്തയേശുവിലുള്ളവർ. ക്രിസ്തയേശുവിലുള്ളവരാണ് ദൈവമക്കൾ. ആദത്തിലുള്ളവർ വീണുപോയ മനുഷ്യന്റെ മക്കളാ, അവർ ജഡരൂപികളാ. ക്രിസ്തുവിലുള്ളവർ ആത്മരൂപികളാ. ജഡരൂപികൾക്ക് അക്ഷരങ്ങൾ, വീണുപോയവർക്ക്, ആത്മാവിൽ മരിച്ചുപോയവർക്ക് അക്ഷരങ്ങൾ. എന്നാൽ ആത്മാവിൽ വീണ്ടും ജനിച്ച ആത്മരൂപികൾക്ക് ആത്മാവ് നേരിട്ട് സംസാരിക്കും. ഒരു ഭാഗത്ത് മരിച്ചുപോയവരോട്, ആത്മാവിൽ മരിച്ചവരോട് ജീവനില്ലാത്ത അക്ഷരങ്ങൾ സംസാരിക്കും. എന്നാൽ ആത്മാവിൽ വീണ്ടും ജനിച്ചവരോട് ഈ അക്ഷരങ്ങൾ എഴുതിയ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? രണ്ടും രണ്ട് തലമാ. മരിച്ചവർ ലോകത്തിൽ, അവർ ഭൂമിയിൽ ജനിച്ചവരാ. എന്നാൽ വീണ്ടും ജനിച്ചവർ ലോകത്തിലല്ല, ഭൂമിയിലല്ല, ദൈവരാജ്യത്തിൽ ജനിച്ചവരാ. രണ്ടും രണ്ട് സ്ഥലമാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു മണ്ഡലം ജഡികമാണ്, അവിടെയാണ് അക്ഷരങ്ങളുള്ളത്. മറ്റൊരു മണ്ഡലം ആത്മീയമാണ്, അവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സംസാരിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ അതുകൊണ്ട് അക്ഷരവുമായിട്ട് ജഡികമായിട്ട് കൂട്ടിക്കലർത്തരുത്. ഇതാ യേശു പറഞ്ഞ, ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് നിങ്ങൾ പഴയ തുരുത്തിയിൽ വെക്കരുത്. വെച്ചാൽ തുരുത്തി പൊട്ടിപ്പോവുകയുള്ളൂ, വീഞ്ഞ് ഒഴുകിപ്പോവുകയുള്ളൂ. ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലായിരിക്കും വെക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ദൈവരാജ്യം എന്ന ലക്ഷ്യം യേശു പറഞ്ഞ സുവിശേഷം, 3 വർഷം പറഞ്ഞ സുവിശേഷം പറയാതെ അതിന്റെ ഒടുക്കം യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായത് മാത്രം പറഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട്? നിങ്ങൾ സുവിശേഷം പറഞ്ഞ സുവിശേഷം പൂർണ്ണതയുള്ളതല്ല. 1. 2, ലക്ഷ്യത്തിലെത്തുന്നവർ വളരെ വിരളമായിരിക്കും, വളരെ വിരളമായിരിക്കും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു പറഞ്ഞതുപോലെ, അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ, യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം അറിയിച്ചുകൊണ്ട്, ലക്ഷ്യം അറിയിച്ചുകൊണ്ട്, അതിലേക്കുള്ള ഏക വഴിയായ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം അറിയിച്ച് ആ യേശുവിനെ അനുഗമിപ്പാനും യേശുവെ അനുസരിപ്പാനും ഈ ജനത്തെ പരിശീലിപ്പിക്കുന്നുവെങ്കിൽ, സഹായിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ആ ജയശതമാനം വളരെയധികം വർദ്ധിക്കും, വളരെയധികം വർദ്ധിക്കും. അവർ ദൈവരാജ്യത്തിൽ നല്ലൊരു പങ്കും എത്തുവാൻ ഇടയാകും. ഹല്ലേലൂയ. ചിലർക്ക് 30 മേനിയായിരിക്കാം, ചിലർക്ക് 60 മേനിയായിരിക്കാം, ചിലർക്ക് 100 മേനിയായിരിക്കാം. അത് അവരുടെ അനുസരണത്തിനനുസരിച്ചോ അവരുടെ പ്രവർത്തനത്തിനനുസരിച്ചോ ഒക്കെയാണ് അത് നിശ്ചയിക്കപ്പെടുന്നത്. ചിലർക്ക് കൊച്ചു ജീവൻ, ചിലർക്ക് കൂടുതൽ ജീവൻ, ചിലർക്ക് അതിലും കൂടുതൽ ജീവൻ. അവിടുത്തെ ഗ്ലോറി കുറഞ്ഞും കൂടിയിരിക്കും. എങ്ങനെ? സഹനത്തിലൂടെ കടക്കുന്നതിന്റെ ഭാഗമായി. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഗാനം ഞങ്ങൾ പ്രാപിക്കാനിടയാകുന്നു. ഇന്ന് ഭൂമിയിൽ എന്റെ മോനെ വാഴുന്ന തേജസ് നിനക്കുണ്ടോ? നീ ഇതാ കാറിൽ ചെല്ലുന്നു, സ്കൂട്ടറിൽ ചെല്ലുന്നു, വിമാനത്തിൽ ചെല്ലുന്നു എന്നൊക്കെ പറയുമ്പോ ആളുകളുടെ ഉള്ളിൽ നിനക്കൊരു തേജസ് നൽകിയിട്ടുണ്ട്, ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്, അല്ലെ? അതെല്ലാം വാടിപ്പോവും. എന്നാൽ ഇതാ നിത്യമായ തേജസ് സ്വർഗീയ പിതാവിന്റെ മനസ്സിൽ, ക്രിസ്തുവിന്റെ മനസ്സിൽ, ദൈവദൂതന്മാരുടെ മനസ്സിൽ, പിശാചിന്റെ മനസ്സിൽ ഒക്കെ നിനക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനമുണ്ടല്ലോ, അതിശ്രേഷ്ഠമായിരിക്കണം. ദൈവം നിന്നെ അറിയണം, ദൈവം നിന്നെ അറിയണം. നീ ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, വിശേഷ ദൈവം നമ്മളെ അറിയുവാനായിട്ടാണ്. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഏവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ദൈവസന്നിധിയിൽ അറിയപ്പെടുന്നവരായി, ദൈവത്തിന്റെ പൊന്നോമനം മക്കളായി, ക്രിസ്തുവെ പോലെ താഴ്മ ധരിച്ചുകൊണ്ട് ഇതാ അനുസരിക്കുന്നവരായി ഞാനും നിങ്ങളും തീരുവാൻ ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം. മറന്നു പോകരുത്. ഒരു ട്രെയിനിന്റെ ബോഗിയാണ് അനുസരണമെങ്കിൽ അതിന്റെ എഞ്ചിനാണ് താഴ്മ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എത്ര പേരോട് ദൈവം സംസാരിച്ചു? എത്ര പേരോട് ദൈവം സംസാരിച്ചു? അവരെല്ലാം കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. താങ്ക് യു അപ്പ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഓ ലോർഡ്, ലക്ഷ്യം പറയാതെ മാർഗം പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ദൈവരാജ്യ സുവിശേഷം അറിയിക്കാതെ യേശുവിനെ മാത്രം പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ക്രിസ്തേശ്വരുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് ഇതാ ഞങ്ങൾ യേശുവിനെ കർത്താവെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്നാനം പെട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ശിക്ഷാവിധി ഇല്ല, ഇനി ഞങ്ങൾക്ക് പ്രതിഫലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തോട് അങ്ങ് സംസാരിച്ചതിനായി നന്ദി. ആ സമൂഹത്തിന്റെ കണിയിൽ വീണു പോകുവാൻ മറ്റുള്ളവരെ അനുവദിക്കാതെ അങ്ങയുടെ വചനം അറിയിച്ചതിനായി നല്ല പിതാവേ, ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിലെത്തി. ഒരു ദൈവദാസന്റെ വളർച്ചയാണ്, ആത്മീക വളർച്ചയാണ്. തന്നെ ദൈവം ഏൽപ്പിച്ച ജനത്തോട് ചെയ്യുവാനുള്ള വലിയൊരു ഉപകാരം എന്നങ്ങ് പറഞ്ഞു തന്നതിനായി, പഠിപ്പിച്ചതിനായി ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിലെത്തി. അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കും. കേട്ട വചനത്തിന്റെ റിസൾട്ടിലേക്ക്, ഫലത്തിലേക്ക് അങ്ങയുടെ മക്കൾ എത്തപ്പെടുവാൻ അവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രിയ നല്ല പിതാവേ,
ഇവരുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് കൂട്ടായിരിക്കുക. ഇവരുടെ ആത്മീകമായ, മാനസികമായ, ശാരീരികമായ, സാമൂഹികമായ, സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കരം കൂട്ടായിരിക്കണം. താങ്ക് യു പപ്പ, അങ്ങോട്ട് ചെയ്യുന്നതിനായിരുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, ഇത് റിപ്പീറ്റായി ഓൺലൈനിലൂടെ, MP3-യിലൂടെ, MP4-യിലൂടെ, മറ്റ് പല മാർഗങ്ങളിലൂടെ ഇത് കേൾക്കുമ്പോഴും ഇതേ ദൈവിക ശക്തിയും ഇതേ ദൈവിക ജീവനും അവർ വ്യാപരിക്കാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗികളായിരിക്കുന്ന രോഗങ്ങളുമായ കരങ്ങൾ വെച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗത്തിലെ ദൈവം തന്റെ അടിപ്പണരായി ഞങ്ങൾക്ക് നൽകിയ സൗഖ്യം ഈ ജനത്തിന്റെ മേൽ ഇപ്പോൾ കൽപ്പിക്കുകയാണ്. ഈ സൗഖ്യം, ഈ ജീവൻ, ഈ തേജസ്, ഈ സമാധാനം അവരുടെ ഉള്ളിൽ നിത്യം വസിക്കട്ടെ. ഇത് ആരൊക്കെ എപ്പോഴൊക്കെ ഇത് കേൾക്കുന്നു അവരിലേക്കും ഈ സൗഖ്യം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ കരം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ജീവനം വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ ശക്തി അവർ വ്യാപരിക്കുവാൻ ഇടയാകട്ടെ. ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും എപ്പോഴും എപ്പോഴും. കർത്താവേ, ഈ ജനത്തെ അനുഗ്രഹിച്ചതിനാൽ നന്ദി. സർവ്വമഹത്വം അങ്ങ് തന്നോ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, സഹായിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സമാധാനം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തിന്റെ സൗഖ്യം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ജീവിതത്തിൽ വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞത് ഏറ്റെടുത്ത് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പഠിക്കുക. ദൈവത്തെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. മറന്നു പോകരുത്, നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക. യൂട്യൂബിലേക്ക് SBJ മെസ്സേജസ് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുക. അത് നമ്മൾ ലിങ്ക് കോപ്പി ചെയ്ത് അയച്ചു കൊടുക്കുക. അവരോട് പറയുക ഈ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. ഷാജി ജോസഫിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ പറയുക. ജനത്തെ നിരന്തരം 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 ഈ ദൈവവചനം കേൾക്കുവാൻ ഒരു അവസരം കൊടുക്കുക. ലോകത്തെ അവരുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ തക്കവണ്ണം ഈ ദൈവരാജ്യത്തിന്റെ മൊഴികൾക്ക് കഴിയും. നമ്മുടെ വ്യക്തിപരമായി വീട്ടിൽ കഴിയത്തില്ല. അതുകൊണ്ടാ അവരെ അതിനെ സഹായിക്കുക. ദൈവത്തിനെ അവരെ സഹായിക്കുന്ന ട്യൂൺ ചെയ്ത് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, വീണ്ടും വീണ്ടും ദൈവവചനം കേൾക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും, കൂട്ടായിരിക്കും. ഈ സന്ദേശം അനുഗ്രഹമായിരുന്നല്ലോ അല്ലെ? അങ്ങനെയെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തേ, ദൈവത്തിന് മഹത്വം കൊടുത്തേ, ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. താങ്ക് യു അപ്പ, താങ്ക് യു. ഈ മകൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അല്ല, എനിക്ക് മഹത്വം. ദൈവം അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ.